650 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1200 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 1200 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. സിമെന്റ് ഒക്കെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഫിനിഷിംഗ് ആകും. അത് വന്ന് നമ്മൾ കയ്യിൽ കറണ്ടിൽ വെച്ച് അടിച്ചു കൊടുക്കും. ഇതങ്ങനെയല്ല, ഇത് എയർ കംപ്രസറിൽ വെച്ച് അടിച്ചാൽ സിമെന്റ് അങ്ങനെ വാരി കൊടുത്തിട്ട് മുകളിൽ അടിച്ചു കൊടുത്താൽ എങ്ങനെ പെയിന്റ് അടിക്കണോ അതേപോലെ സിമെന്റ് സ്പ്രേ ആകും. ഒരുപാട് പുതിയ ടൈപ്പ് മെഷീൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കണ്ടോ, ഇതുപോലെ ഡെമോ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കണ്ടോ, ഇതേപോലെ വെൽഡിംഗ് മെഷീൻ നമ്മുടെ അടുത്ത് A to Z എല്ലാ വെൽഡിംഗ് മെഷീനും ഉണ്ട്. 3200 രൂപ 3100 രൂപ തൊട്ട് വെൽഡിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും വിലക്കുറവുള്ള കോയമ്പത്തൂരിലെ ഒരു പവർ ടൂൾ ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഒത്തിരി മലയാളികൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത് മാത്രമല്ല, ഷോപ്പുകളിലേക്ക് കേരളത്തിലുള്ള ഒരുപാട് ഷോപ്പുകളിലേക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നും ഹോൾസെയിലായിട്ട് ഐറ്റംസ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവാണ് ഇവിടെ. ഈ ഒരു സ്ഥലത്ത് മാത്രം, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഷോപ്പാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രം ഇവർക്ക് 3 ഷോപ്പുണ്ട്. ഈ കാണുന്ന RK ടൂൾസ് എല്ലാം ഇവരുടെ തന്നെ മറ്റൊരു പേരിൽ ഉള്ള ഷോപ്പാണ്. എല്ലാവിധ ഐറ്റംസ് പവർ ടൂൾസിൻ്റെ A to Z നിങ്ങൾ ഏത് ഐറ്റം ചോദിച്ചാലും ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. അതും ഏറ്റവും വിലക്കുറവിൽ. ഇവിടുത്തെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വെറും 650 രൂപ മുതലാണ്. അപ്പോൾ ഓരോ റേഞ്ച് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് റേഞ്ച് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. കുറച്ച് വെറൈറ്റി പവർ ടൂൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ അടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കത് ഈ ഒരു ഷോപ്പിൻ്റെ ഓണർമാരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ പേരൊന്ന് പറയാം, ഷോപ്പിൻ്റെ പേര്, ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇത് വന്ന് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ സോമസുന്ദരം മിൽ റോഡ് NTC മിൽ ഹെഡ് ഓഫീസിന് മുമ്പിൽ SA ട്രേഡേഴ്സ് എന്ന ഷോപ്പിലുണ്ട്. അതില്ലാണ്ട് RK ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് 2 ബ്രാഞ്ച് ഉണ്ട്. എല്ലാം നമ്മുടെ ഷോപ്പ് തന്നെ. ഓക്കെ, നമ്മുടെ അടുത്ത് വന്ന് ഹാൻഡ് ടൂൾസ്, പവർ ടൂൾസ്, കൺസ്ട്രക്ഷന്, വെൽഡിങ്, ഇൻഡസ്ട്രിയൽ, ന്യൂമാറ്റിക്, ഇതില്ലാണ്ട് പുതിയ മെഷീനറീസ് നിങ്ങൾക്ക് ഏതെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ആ മെഷീൻ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരും. ഓക്കെ, ഇതില്ലാണ്ട് അഗ്രികൾച്ചർ, പിന്നെ നിങ്ങൾക്ക് ഹാൻഡ് ടൂൾസിൽ പുതിയ അഡ്വാൻസ് മോഡൽ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിറയെ പുതിയ അഡ്വാൻസ് ചെറിയ ടൂളൊക്കെ വരുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ് ടൂൾസ് ഒക്കെ നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും. കസ്റ്റമൈസ്ഡ് ടൂൾസും ചെയ്ത് കൊടുക്കും. കസ്റ്റമർ ഏതെങ്കിലും ഒരു ഐഡിയാസ് വേണോ, നമുക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കണം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരുപാട് മലയാളികൾ ഈ ഷോപ്പ് തേടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ വന്നിട്ട് 22 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഷോപ്പ് വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് വരുന്ന ആൾക്കാരിന് എന്ത് ചോദിക്കണോ അങ്ങനെ കൊടുക്കില്ല. പക്ഷേ ആ കസ്റ്റമറിന് എന്ത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അബ്സർവ് ചെയ്തിട്ട് അതിൽ ഏത് സാധനം കൊടുത്താൽ സക്സസ് ആകുമോ അത് നമ്മൾ അവന് റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ സെയിലാക്കും. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ എന്ത് ആവശ്യമുണ്ടെന്ന് ഫസ്റ്റ് ചോദിക്കും, അതിനനുസരിച്ചുള്ള സാധനം തന്നെ കൊടുക്കുള്ളൂ. അവന്മാർ ചോദിക്കുന്ന സാധനം കൊടുത്തിട്ട് പിന്നെ അത് പോയി കംപ്ലൈന്റ് ആയി നമ്മളത് റെസ്പോൺസ്, പിന്നെ അത് നമ്മുടെ പേര് കെട്ടുപോകും. അപ്പോൾ ആ പരിപാടി നമ്മുടെ അടുത്തില്ല. നമ്മുടെ അടുത്ത് കൊണ്ടുപോയാൽ അവർ പൈസ ഉണ്ടാക്കണം. അത് ആലോചിച്ചിട്ട് തന്നെ സാധനം കൊടുക്കും. അത് അങ്ങനെ മൈൻഡ് സെറ്റ് പോകും. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ ചോദ്യമായിരിക്കും, ഡെലിവറി സൗകര്യം ഉണ്ടോ, കൊറിയർ സൗകര്യം? കൊറിയർ നിങ്ങൾ ആൾ ഓവർ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ അക്കൗണ്ട് നമ്പർ തരും. അക്കൗണ്ട് നമ്പറിൽ പൈസയുടെ സാധനം ഇവിടുന്ന് ബുക്കിംഗ് ആക്കി കൊടുക്കും. നിങ്ങൾ അവിടെ എല്ലാവർക്കും കോപ്പി ട്രാൻസ്പോർട്ട് ചാർജ് അവിടെ കൊടുത്ത് സാധനം എടുക്കാം. നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന പ്രൈസ് തന്നെ ചെയ്ത് കൊടുക്കും. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇവിടെ എന്ത് പറയുന്നോ ആ റേറ്റ് തന്നെ അവിടെ. പിന്നെ എക്സ്ട്രാ എന്തുണ്ടോ കൊറിയർ ചാർജ് അത് നിങ്ങൾ അവിടെ ഡെലിവറി കൊടുത്തെടുക്കും. പവർ ടൂൾസ് വാങ്ങുന്നവരുടെ വേറൊരു സംശയമാണ് ഈ സർവീസിന്റെ സപ്പോർട്ട്. അതെങ്ങനെയാണ് ഈ ഷോപ്പിൽ? സർവീസിൽ വന്നിട്ട് മാക്സിമം നമ്മൾ കൊടുക്കുന്ന സാധനം ആൾ ഓവർ എല്ലാ സ്ഥലത്തും സ്പെയർ കിട്ടുന്ന സാധനം തന്നെ കൊടുക്കും. അത് ഒന്ന് ഫസ്റ്റ് നമ്മുടെ. രണ്ടാമത്തെ സ്പെയർസ് കിട്ടാത്ത സാധനം നമ്മുടെ അടുത്ത് സെയിൽ ഇല്ല. അത് അപ്പോൾ എവിടെ വേണമെങ്കിലും അവിടെ തന്നെ കൊടുത്ത് അവിടെ തന്നെ സർവീസ് ചെയ്യാം. സ്പെയർസ് കിട്ടുന്ന സാധനം. പിന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി എവിടെ ഉണ്ടോ അവിടെ തന്നെ ക്ലെയിം കിട്ടുന്ന പോലെ തന്നെ ടൂൾ വെച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് അത് പേടിക്കാനൊന്നുമില്ല. സർവീസിനനുസരിച്ച് അഥവാ അവർക്ക് സർവീസ് കിട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്തു. നമ്മുടെ അടുത്ത് സർവീസ് സ്റ്റേഷൻ ഉണ്ട്, നമ്മൾ തന്നെ ചെയ്തു. നമ്മൾ പവർ ടൂൾസിന്റെ സർവീസ് ഉണ്ട്, ന്യൂമാറ്റിക്കിനുണ്ട്, അഗ്രികൾച്ചറിനുണ്ട്, എല്ലാത്തിന്റെ സർവീസ് നമ്മുടെ അടുത്ത് 100% സർവീസ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് സ്പെയർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്പെയർ വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു വിട്ടാൽ മതി, നമ്മൾ കൊറിയർ ചെയ്താൽ നിങ്ങൾ അവിടെ തന്നെ സർവീസ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്പെയർ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. 100%. ഓക്കെ, നമുക്ക് ഇവിടുത്തെ പവർ ടൂൾസിന്റെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാണ്? സ്റ്റാർട്ടിങ് 650 റുപ്പീസ്, 650 രൂപ. ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡർ ആകുമ്പോൾ 800 റുപ്പീസ്, 800 രൂപ മുതൽ. ഓക്കെ, നമുക്ക് കുറച്ച് വെറൈറ്റികൾ കണ്ടാലോ? നിറയെ സാധനം കാണിച്ചു. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതാകുമ്പോൾ ഇക്കാന് 650 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡർ ആകുമ്പോൾ 800 റുപ്പീസ് സ്റ്റാർട്ടിങ്, 750, 800 സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹാൻഡ് ഗ്രൈൻഡർ നമ്മുടെ അടുത്ത്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ 950, 1250, 1550 അങ്ങനെ എങ്ങനെ വേണം അങ്ങനെ കൊണ്ടുപോകാം. അതേപോലെ വെൽഡിംഗ് മെഷീൻ നമ്മുടെ അടുത്ത് A to Z എല്ലാ വെൽഡിംഗ് മെഷീനും ഉണ്ട്. 3200 രൂപ 3100 രൂപ തൊട്ട് വെൽഡിംഗ് മെഷീൻ സ്റ്റാർട്ടിങ്. അപ് ടു നിങ്ങൾക്ക് എങ്ങനെ വേണോ, ആർക്ക്, ടിക്ക്, മിഗ്, ലാസർ എങ്ങനെ വേണോ എല്ലാ വെൽഡിങ്ങും നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് മെഷീൻസ്
പാക്കിംഗ് മെഷീൻസ്, പാക്കിംഗ് അറ്റാച്ച്മെൻറ്റ് എന്തൊക്കെ വേണം എല്ലാ പാക്കിങ്. നിങ്ങൾ ഇത് നോർമൽ സീലിംഗ് മെഷീനാണ്. ഇത് നിങ്ങൾക്ക് 850 തൊട്ട് സ്റ്റാർട്ടിങ്. അതേപോലെ ഇതേ സാധനങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണം, ഓട്ടോമാറ്റിക് ബോട്ടിൽ സീലിംഗ് ചെയ്യണമെങ്കിൽ ബോട്ടിൽ സീലിംഗ്. അതുപോലെ പാക്കിങ്ങിൽ നമ്മൾ എല്ലാ ടൂളും അതിൽ ചെയ്യുന്നുണ്ട്. അതിലാണ്ട് നോക്കിയത്. പിന്നെ സാൻഡർ മെഷീൻ എന്ന് പറയും, വുഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിനൊക്കെ. ഇത് സ്ക്വയർ സാൻഡർ. ഇതിൽ തന്നെ റൗണ്ട് സാൻഡർ ഉണ്ട്. ഇതാ ഇതുപോലെ വരും. ഇത് റൗണ്ട് സാൻഡർ. ഇതിൽ തന്നെ വലുതുണ്ട്. ഇതിൽ വലുതുണ്ട് 9 ഇഞ്ച് 7 ഇഞ്ച് ആ ടൈപ്പ് നമ്മുടെ ഇത് വെച്ചിരിക്കും. ഇതിൽ സിമെൻറ്റ് ചെയ്യുന്നതുണ്ട്. ഇതാ അതേപോലെ തന്നെ ഇത് റോളിംഗ് സാൻഡർ. താഴെ ഉള്ള പേപ്പർ വന്ന് റോൾ ആയിക്കൊണ്ടേ ഇരിക്കും. റൗണ്ടായിട്ട് ചുറ്റുന്നതുണ്ട്, സ്ക്വയർ ആയിട്ട് പോകുന്നതുണ്ട്, പേപ്പർ റോളിംഗ് ആകുന്ന സാൻഡർ ഉണ്ട്. ഇതിൽ മാനുവൽ, ഇതിൽ തന്നെ മെഷീനറീസിൻ്റെ സാൻഡർ ഉണ്ട്. മോട്ടർ ഇട്ട് ബെൽറ്റ് ഇട്ട് ചെയ്യുന്ന ആ ടൈപ്പ് സാൻഡർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കട്ടർ, ഈ മാർബിൾ കട്ടർ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1200 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാർബിൾ 1200 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് 100% സ്പാർസ് കിട്ടും. പിന്നെ ഇതിൻ്റെ താഴെ പോയാൽ സ്പാർസ് കിട്ടില്ല. ആ പരിപാടി നമ്മൾ എടുത്തില്ല. 100% സ്പാർസ് കിട്ടും. ഇത് 5 ഇഞ്ച് ഫസ്റ്റ് കാണിച്ചത്, 4 ഇഞ്ച് 5 ഇഞ്ച്, പിന്നെ ഇത് 7 ഇഞ്ച് വരെ ഉണ്ട് മാർബിൾ കട്ടറിൽ. ഇതിൽ പിന്നെ കോൺക്രീറ്റ് കട്ടിങ് ചെയ്യാൻ 16 ഇഞ്ച് ബ്ലേഡ് ഇട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ഉണ്ട്. ഇത് റൂട്ടർ മെഷീൻ, വുഡ് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ ട്രിമ്മർ, ഇതിൽ ചെറിയ മെഷീനാണ്. ഇതിൽ വുഡ് ചെയ്യുന്ന ആൾക്കാരിന് എന്തൊക്കെ വേണം അതിൽ എല്ലാ ടൈപ്പ് മെഷീൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പ്ലാനർ, കയ്യിൽ വെച്ച് ചെയ്യുന്ന പ്ലാനർ. ഇതിൽ ടേബിൾ ടൈപ്പ് ആണെങ്കിൽ ടേബിൾ ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലാനർ ഞാൻ പറഞ്ഞില്ലേ, സാൻഡർ 7 ഇഞ്ച് സാൻഡർ എന്ന് പറഞ്ഞ് പുട്ടി ചുമരൊക്കെ പുട്ടി ചെയ്യാനുള്ള സാൻഡർ മെഷീൻ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ചുമരൊക്കെ ഗാഡി എടുക്കാനുള്ളത്. ചുമർ ഗാഡി എടുക്കാനുള്ളത്, ഡയറക്റ്റായിട്ട് ഗാഡി എടുത്തിട്ട് പോവാം. എല്ലാ ബ്രാൻഡ് ഉണ്ട്. ലോക്കൽ ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്, മീഡിയം ഉണ്ട്, എല്ലാ പഞ്ച് നമ്മൾ എങ്ങനെ ചോദിക്കണം അങ്ങനെ എല്ലാ A to Z. ഈ ബ്ലോയർ കാറ്റൊക്കെ അടിക്കാനുള്ളത് നോർമൽ ഒന്ന് ഇലക്ട്രിക്കൽ വരും. ഇവിടുത്തെ ബാറ്ററി ഉണ്ട്. ഇത് ബാറ്ററിയിലും ചെയ്യാം. പ്ലസ് ഇലക്ട്രിക്കൽ ഉണ്ട് നമ്മുടെ ഇത് പെട്രോൾ ചെയ്യുന്ന മെഷീന്. ഇത് പെട്രോളിൽ ചെയ്യുന്നത്. ഇതിൽ എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. A to Z. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ ആ ബ്രാൻഡ് തരാം. സ്റ്റിൽ, ഓക്സ്ഫോർഡ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, എല്ലാ ടൈപ്പും നമ്മട്ടുണ്ട്. ഇതേ മോഡല് ഇലക്ട്രിക്കലുണ്ട്, ഇതേ മോഡല് പെട്രോളിലുണ്ട്, ഇതേ മോഡല് ഇതിൽ തന്നെ ബാറ്ററിയിലുണ്ട്. പിന്നെ ഇതേ മോഡലില് ചുമര് കട്ടാക്കുന്ന മെഷീനും ഉണ്ട്. ഇതേ മോഡലിൽ ചുമര് കട്ടാക്കുന്ന മെഷീൻ, കോൺക്രീറ്റ് കട്ടിങ് സെയിം പാറ്റേണിൽ ആ മോഡലുണ്ട്. ഇത് വന്ന് നോക്കി, ഇത് വന്ന് ഈ ആടൊക്കെ ഉണ്ടല്ലേ, ആടിന്റെ മുകളിലുള്ള ഇതൊക്കെ എടുത്ത് കൊടുക്കും. റോമോ അതെടുക്കുന്ന മെഷീനാണ്. ഇത് ടൈൽസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ടൈൽസ് ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈബ്രേറ്റ് ചെയ്യും. അത് ഫിറ്റിംഗ് ആക്കാൻ, മട്ടമാക്കാൻ വേണ്ടി അതിന് വേണ്ടി കൊടുക്കുന്നതാണ്. വിത്ത് ബാറ്ററിൻ്റെ അടക്കം വരും, 2 ബാറ്ററി ചാർജിൻ്റെ അടക്കം വരും. ഇതേപോലെ ബാറ്ററിയിൽ വേറെ എന്ത് സാധനം വേണമെങ്കിലും എല്ലാ സാധനവും നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ടാവും. അതേപോലെ ഈ ടൂൾസ് ബോക്സ് ഉണ്ടാവും. ഇതുപോലെ ബോക്സസ് സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ ടൂൾസ് ബോക്സ് മെറ്റലിലുണ്ട്, നമ്മുടെ അടുത്ത് പ്ലാസ്റ്റിക്കിലുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക് ടൂൾസ് ബോക്സ് ഉണ്ട്, നമ്മുടെ അടുത്ത് മെറ്റൽ ടൂൾസ് ബോക്സ് ഉണ്ട്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ക്ലാം മീറ്റർ, ഇതിൽ മൾട്ടിമീറ്റർ, ക്ലാം മീറ്റർ അതുപോലത്തെ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്കിൽ. ഓക്കെ. പിന്നെ ഇത് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മരം അറുക്കുന്ന കയ്യിൽ വെച്ചിട്ട് താഴെ നിന്നിട്ട് പൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് കലയൊക്കെ അടുത്തെടുക്കാനുള്ളത്. അതിലുള്ള ഇതാണ്. അതിൽ നിറയെ പൈപ്പ് വരും, ഇതിൻ്റെ കൂടെ പൈപ്പ് വരും. ഇത് പൈപ്പ് എക്സ്ട്രാ ലൈനത്തെ പൈപ്പ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. പൈപ്പ് ഇല്ലാത്ത സാധനം കയ്യിൽ വെച്ച് ചെയ്യുന്നതുണ്ട്. ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾ അതിൽ എല്ലാത്തിൻ്റെ ഫോട്ടോവും അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാം ജസ്റ്റ് ഒരു നാലേജിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതിലുള്ള മോഡൽസ് എല്ലാത്തിനും നമ്മൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കും. പിന്നെ സ്പ്രേ ഗണ്ണ്, ഇത് പെയിൻറ്റിങ് ഗണ്ണിൽ നമ്മുടെ അടുത്ത് എല്ലാ റേഞ്ചസും ഉണ്ട്. നിങ്ങളിപ്പോൾ 550 രൂപയിൽ സ്പ്രേ ഗൺ വേണം ഉണ്ട്. അതിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി വേണം, ഹൈ ക്വാളിറ്റി 7000 രൂപ, 8000 രൂപ, 18000 രൂപ ആ റേഞ്ച് വരെ നമ്മുടെ പെയിൻറ്റിങ് ഗണ്ണ് നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്യുന്നു. ബഡ്ജറ്റിനെ പോലെ അവർ എങ്ങനെ ചോദിക്കണോ അതുപോലെ ബഡ്ജറ്റിൽ നമ്മൾ കൊടുക്കും. പെൻ ഗണ്ണ്, ഡ്രായിങ് ഗണ്ണ് മുതൽ വലിയ ഗണ്ണ് വരെ നിങ്ങൾ എന്ത് ഗണ്ണ്, ആർട്ടിസ്റ്റ് ഗണ്ണ്, ടെക്സ്ചർ ഗണ്ണ്, സാൻഡ് പ്ലാസ്റ്റിക് ഗണ്ണ്, പെയിൻറ്റിങ് ഗണ്ണ്, ഇനാമൽ ഗണ്ണ്, എങ്ങനെ എന്ത് ഗണ്ണ് ചോദിക്കണോ എല്ലാ ഗണ്ണും നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ അതിലുള്ള ചെറിയ ടൂൾസുകൾ. ഇതൊക്കെ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് ചെറിയ ടൂളൊക്കെ കട്ടിങ് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റ്സാണ്. ഇതൊക്കെ ഫിറ്റിങ്സ്. ഇത് അതേപോലെ ഒരു ഫിറ്റിങ്സാണ്. ഇതൊക്കെ എന്ത് ടൂളിൽ പണി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇതിൽ പണി ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാല്ല, നമ്മൾ വീഡിയോ ഉണ്ടാവും, നമ്മൾ അയച്ചു തരും എല്ലാത്തിനും. അതേപോലെ സർക്കിൾ പ്ലെയർ 1 5 1. പിന്നെ ഇതൊക്കെ കാർ വാഷറിലെ എല്ലാ മോഡൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വന്ന് ക്രിമ്മിങ്ങാണ്. ഇത് ക്രിമ്മിങ് ചെയ്യുന്നത്. ഇതിൽ മാനുവൽ
പ്ലസ് ഹൈഡ്രോളിക് പ്ലസ് മെഷീനറീസ് ടൈപ്പ് മോട്ടറൈസ് ടൈപ്പ് ആ ടൈപ്പ് ആണെങ്കിൽ ആ ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം A to Z ക്രിമിംഗ് ടൂൾ അതന്നെ ഹാൻഡ് റിവീറ്റ് ഗണ്ണ് ഇതിൽ നമ്മൾ പല രീതിയിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രില്ലിംഗ് മെഷീനിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ കയ്യിൽ ചെയ്യുന്നത് പിന്നെ ഹെവി ഡ്യൂട്ടി എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വന്ന് ഗ്യാസ് ഗണ്ണെന്ന് പറയും ഇത് ഗ്യാസ് ഗണ്ണ് ഈ ചെറിയ ഗ്യാസ് ടിന്ന് വരും ഇതിൽ ആ ടിന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ വെച്ച് ഓട്ടോമാറ്റിക് ഇത് വീട്ടിൻ്റെ ഗ്യാസ് എങ്ങനെ പണിയെടുക്കണം അതുപോലെ ചെറിയ ടിന്ന് വെച്ച് പണിയെടുക്കാം ഇത് மேடம் சவுண்ட் வருது இங்கே வருது ஆமாம் சவுண்ட் வருது இந்த சைடு உட்காருங்க அங்கேருந்து போய் வீடியோவில் தெரியும் இப்படி உட்காருங்க ஆ പിന്നെ ഇത് മൗണ്ടൻ പോയിന്റ് ഇത് വന്ന് ഗ്യാസിൽ വന്ന് ചെറിയ ടിന്ന് വരും ആ ടിന്ന് വെച്ച് ഇത് പണിയെടുക്കുക ഡയറക്റ്റ് ജസ്റ്റ് ഓൺ ചെയ്താൽ തീ പുറത്ത് വരും നമ്മൾ ചെറിയ ചെറിയ പരിപാടിനൊക്കെ ഇത് യൂസ് ആക്കും ഇത് പിന്നെ ഇത് റാച്ചറ്റ് ഇത് അറേഞ്ച് ഇമ്പാക്ട് ഇഞ്ച് ഇത് തനിച്ചുണ്ട് സോക്കറ്റ് അടക്കമുണ്ട് നിങ്ങൾ 24 പീസ് സോക്കറ്റ് ഉണ്ട് 46 പീസ് സോക്കറ്റ് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് 1 ഇഞ്ച് 3/4 ഇഞ്ച് അര ഇഞ്ച് എങ്ങനെ വേണമെങ്കിലും എല്ലാ മോഡലും എല്ലാ സെറ്റ് എല്ലാ ടൈപ്പും ഉണ്ട് നമ്മുടെ അടുത്ത് ഓട്ടോമൊബൈൽസിൻ്റെ മാഗ്നറ്റ് പുള്ളർ എന്തൊക്കെ ഉണ്ടോ വൈ പുള്ളർ എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത് പിന്നെ ഇത് വന്ന് ലെവൽ തൂക്കുണ്ടെന്ന് പറയും ലെവൽ നോക്കുന്നത് ഇത് മാഗ്നറ്റാ ഇത് മാഗ്നറ്റ് ടൈപ്പ് മറ്റേത് മാനുവൽ ഉണ്ട് മാഗ്നറ്റ് ടൈപ്പ് ഉണ്ട് ഇത് വന്ന് ഈ വാഷ് ബേസിനൊക്കെ ഇത് വന്ന് വുഡ് ബിറ്റ് ഇത് അഡ്ജസ്റ്റബിൾ സർക്കുലസ് ഹോൾസ് കട്ടർ എന്ന് പറയും ഇത് എങ്ങനെ വേണം നമ്മൾ അങ്ങനെ ഹോളാക്കാം ഇതിൽ ഓക്കെ ഇത് വന്ന് കേബിൾ കട്ടർ ഇതിൽ ചെറുത് മുതൽ വലുത് വരെ ഉണ്ട് എത്ര വലുത് വേണമെങ്കിലും ഉണ്ട് ഇത് നിറയെ ടൂൾ ഉണ്ട് ഇതൊക്കെ കീ ഡ്രിൽ ചെക്ക് ഇതിൽ എല്ലാ സൈസ് കീ ഉണ്ടാവും നിങ്ങൾ 3 തൊട്ട് 4 ഇഞ്ച് വരെ എല്ലാം ഒരു ഈ കീ മേടിച്ചാൽ എല്ലാ ചെക്കിലും ഇത് യൂസ് ചെയ്യും അതുപോലെ മൾട്ടി പർപ്പസിനും ഉണ്ട് സിംഗിളായിട്ട് തനിച്ച് മേടിച്ചാൽ അതും ഇത് ഇലക്ട്രിക്കൽ ലൈനിലുള്ള എല്ലാ സാധനങ്ങളും വയർ ഷിപ്പറിൽ നിന്ന് ക്രിമ്മിങ് ചെയ്യാനുള്ളത് ഇതൊക്കെ ക്രിമ്മിങ് ടൂൾസാണ് ഇത് ഈ സാധനം പിന്നെ ഇതും ക്രിമ്മിങ് ആണ് ക്രിമ്മിങ്ങിൽ ഒരുപാടുണ്ട് മാനുവലിൽ അതേപോലെ ഇതും ക്രിമ്മിങ് ആണ് ഇതിൽ നമ്മൾ ഹൈഡ്രോളിക്സ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോളിക് ക്രിമ്മിങ് ടൂൾ നമ്മുടെ അടുത്തുണ്ട് മാനുവലും ഉണ്ട് ക്രിമ്മിങ് ടൂൾസിൽ ഓക്കെ അതില്ലാണ്ട് പിന്നെ ചെറിയ ചെറിയ ഈ ടൂളുകൾ ഉണ്ടാവും ഇതെല്ലാം ക്രിമ്മിങ് ടൂൾസാണ് എല്ലാം ടോട്ടൽ ക്രിമ്മിങ് ടൂൾസാണ് പിന്നെ അതില്ലാണ്ട് നമ്മുടെ അടുത്ത് ഈ ലെവലിൽ ഇതൊക്കെ ടേപ്പ് വിത്ത് ലേസർ ലൈറ്റ് ഇതിൽ നിറയെ മോഡൽസ് വരുന്നുണ്ട് ഇപ്പോൾ അതില്ലാണ്ട് ഇതൊക്കെ ബോഷിലൊക്കെ പോയെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുണ്ടാവും ഇതൊക്കെ ലോ ബഡ്ജറ്റാണ് നമ്മുടെ അടുത്തുള്ളത് 60 മീറ്റർ 100 മീറ്റർ 120 മീറ്റർ ഇതിൽ നല്ല എല്ലാ ടൈപ്പ് ഡിജിറ്റൽസ് മീറ്റേഴ്സ് ഉണ്ട് ഈ ടൈപ്പിൽ ഇത് ഡിജിറ്റൽസ് മീറ്റേഴ്സ് ആണ് ഓക്കെ ലേസർ അല്ലേ ലേസർ നമ്മുടെ അടുത്ത് A to Z നിങ്ങൾക്ക് എങ്ങനെ ന്യൂമാറ്റിക് വേണോ എയർ വേണോ ഇലക്ട്രോണിക് വേണോ ഇലക്ട്രിക്കൽ വേണോ എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ ഇതൊക്കെ ലെവല് സ്ക്രൂ ഡ്രൈവർ കിറ്റ്സ് ചെറിയ ചെറിയ ഇതൊന്ന് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ കൊടുക്കുന്ന കമ്പി ഹൂക്ക് വലിച്ച് അങ്ങനെ കമ്പി ടൈറ്റ് ആക്കി കൊടുക്കും അല്ല കയ്യിലിട്ട് തിരിക്കുന്നത് കയ്യിൽ ഈസി ആയിട്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന് ഇറക്കിയതാ ഇതുപോലെ ഒരു സ്റ്റോൺസ് ഒരുപാട് വെറൈറ്റി ടൂൾസ് ഉണ്ട് ഇതുപോലെ ഇതൊക്കെ വന്ന് സ്പെഷ്യൽ ടൂൾസുകളാണ് ഇതൊക്കെ ഓൺലൈനിൽ പോയാൽ ഇത് മാത്രം 4000 രൂപ 5000 രൂപ വരും നമ്മുടെ അടുത്ത് വളരെ ചീപ്പാണ് നിങ്ങൾ ഓൺലൈനിൽ കാട്ടി നമ്മുടെ റേറ്റ് 4 രൂപ അങ്ങനെ ഉണ്ടാവും അത്രയ്ക്കും റേറ്റ് നമ്മുടെ അടുത്ത് കുറവുണ്ടാവും അത്രയും ഗ്യാരണ്ടി റേറ്റിൽ ഇതൊക്കെ ഡ്രിൽ ബിറ്റ്സ് ഗ്രൈൻഡിങ് ചെയ്യാൻ ഹാൻഡ് ഡ്രില്ലിംഗ് ബിറ്റ്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യാനുള്ളത് പിന്നെ ഇത് ഇഞ്ചസ് ബിറ്റ്സ് ഇതിൽ നിറയെ പാറ്റേൺസ് ഉണ്ട് നിറയെ മോഡൽസ് ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് UPVC വെൽഡിംഗ് ഒക്കെ പറഞ്ഞു UPVC വെൽഡിങ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് UPVC വെൽഡിങ്ങിൽ ആവശ്യമുള്ളത് പ്ലാസ്റ്റിക് വെൽഡിങ് പ്ലാസ്റ്റിക് ടു പ്ലാസ്റ്റിക് വെൽഡിങ് അത് നമ്മുടെ അടുത്തുണ്ട് വെൽഡിങ് ഐറ്റംസ് എന്തൊക്കെ വേണോ എല്ലാം കട്ടിംഗ് ടോർച്ചിൽ നിന്ന് വെൽഡിങ്ങിൽ നിന്ന് എല്ലാം ഉണ്ട് ഇതൊക്കെ അതിന് വരുന്നതാണ് ഈ ടൂളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ എഡ്ജ് ബെൻഡിങ് ചെയ്തിട്ട് ഈ സൈഡിൽ ഈ വുഡിൻ്റെ സൈഡിലൊക്കെ വരും ഈ പ്ലൈവുഡ് ആ പ്ലൈവുഡിന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടൂളാണ് എഡ്ജ് ബെൻഡിങ് മെഷീൻ അത് എഡ്ജ് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ സൈഡിൽ ഈ പ്ലൈവുഡ് നിങ്ങൾക്ക് ഈ ഷീറ്റ് അറിയണ്ട ഈ ഷീറ്റൊക്കെ വന്ന് ഒട്ടിക്കുന്നത് അത് ചെയ്യുന്ന എഡ്ജ് ബെൻഡിങ് ആ മെഷീനും നമ്മുടെ അടുത്തുണ്ട് ഇത് സ്റ്റെപ്പ് ഡ്രിൽ എന്ന് പറയും ഇതിൽ നമ്മുടെ അടുത്ത് എല്ലാ സൈസസ് ഉണ്ട് ഇതില്ലാണ്ട് ഇതുപോലെ സാധനങ്ങളുണ്ടാവും പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ അഡാപ്റ്റേഴ്സാണ്
ഹാൻഡിൽ മെഷീനിൽ 3/8 1/4 ഇഞ്ച് അരേഞ്ച് ഹാൻഡിൽ മെഷീൻ വെച്ചിട്ട് ഷോക്ക് ഇട്ടിട്ട് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ്. ഇതിൽ വേറെ ടൈപ്പ് അഡാപ്റ്റർ നമ്മുടെ അടുത്തുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മുടെ അടുത്ത് ഈ അഡാപ്റ്റർ ഇല്ലാണ്ട് ഡ്രില്ലിംഗ് മെഷീൻ്റെ അഡാപ്റ്റർ ഡ്രില്ലിംഗ് ഇമ്പാക്റ്റിൽ വെച്ചിട്ട് ഇമ്പാക്ട് ബോൾട്ട് നട്ട് അയക്കുന്നതിൽ ഡ്രില്ലിംഗ് മെഷീനിൽ ഡ്രിൽ ചെയ്യാം. അതുപോലെ എക്സ്ട്രാ നട്ട്സ്, പിന്നെ 4 ഇഞ്ച് 5 ഇഞ്ച് ഗ്രൈൻഡർ മാറ്റാനുള്ളത് സ്പെഷ്യൽ ടൂൾസ് നിങ്ങൾ എന്ത് ചോദിച്ചോ എല്ലാ സ്പെഷ്യൽ ടൂൾസ്. ഇപ്പം നിങ്ങൾ വന്ന് 4 ഇഞ്ച് മെഷീനിൽ 5 ഇഞ്ച് ബ്ലേഡ് ഇടണോ അതിനുണ്ട് നമ്മുടെ സ്പെസിഫിക്കേഷൻ. അതേപോലെ ആംഗിൾ ഗ്രൈൻഡറിൽ കട്ടർ പോലെ കട്ടിങ് ചെയ്യാൻ അതിന് അറ്റാച്ച്മെന്റ് അത് സെപ്പറേറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാ ടൈപ്പ് ഓഫ് അതിന്റെ ഫിറ്റിംഗ്സും നമ്മുടെ അടുത്തുണ്ട്. എല്ലാം 90% നമ്മൾ മാക്സിമം സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. 90% നിങ്ങൾ യൂട്യൂബിൽ കാണിക്കുന്ന ചെറിയ ചെറിയ റീൽസ് ഒക്കെ നോക്കി ഇത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇത് അത് 90% നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഒന്ന് ഗ്രൈൻഡറിൽ വെച്ച് അറ്റാച്ച്മെന്റ് ചെയ്യുന്നതാണ്, ചെയിൻസ് അറ്റാച്ച്മെന്റ് പോലെ മറ കട്ടിങ് ചെയ്യാം. ഇത് മാക്സിമം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീനിൽ വെച്ച് ചെയ്യുന്ന അറ്റാച്ച്മെന്റാണ്. അതേ ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീനിൽ വെച്ചിട്ടാണ് ബെൽറ്റ് സാൻഡറിങ് അറ്റാച്ച്മെന്റ്. അതേ ഗ്രൈൻഡർ ഹാൻഡ് ഗ്രൈൻഡർ ഒരു ഗ്രൈൻഡർ മേടിച്ചാൽ അതിൽ തന്നെ ഈ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അതേ ഹാൻഡ് ഗ്രൈൻഡറിൽ തന്നെ ഇതാ ചിപ്പിങ്, ഇതൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് ടൈൽസ് വുഡ് ഇതൊക്കെ ചിപ്പിങ് ചെയ്ത് ഗാഡി എടുക്കുന്ന പോലെ ചെയ്യാം. അതിലുള്ള അറ്റാച്ച്മെന്റാണ് ഇത്. പിന്നെ അത് തന്നെ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ ഷീറ്റ് കട്ടർ ചെയ്ത് കയ്യിൽ എങ്ങനെ നമ്മൾ ഷീറ്റ് ഇതുപോലെ ടിൻ കട്ടറിൽ വെച്ച് ഷീറ്റ് കട്ട് ചെയ്യുന്നോ അതുപോലെ ഇത് ഇലക്ട്രിക്കൽ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് ഷീറ്റ് ചെയ്ത് അങ്ങനെ ഷീറ്റ് കട്ടിങ് ചെയ്തിട്ട് പോകും. SSC MSC ഒക്കെ കട്ടിങ് ചെയ്യുക, അതിനുള്ള അറ്റാച്ച്മെന്റാണ്. പിന്നെ ഇത് ഒന്ന് ഡിഗ്രി, ഇത് എങ്ങനെ വേണോ നിങ്ങൾ 45 60 എങ്ങനെ വേണോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കട്ടിങ് ചെയ്യും അതുപോലത്തെ. പിന്നെ ഇത് സ്പെഷ്യൽ സ്ക്രൂ ഡ്രൈവർ കിറ്റ്. ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ളത് മൊബൈൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത് സ്പെഷ്യൽ ഫുൾ കംപ്ലീറ്റ് A to Z ഇതിൽ തന്നെ വന്നാണ്. പിന്നെ ഇതിൽ തന്നെ ഇതൊന്ന് കാർ വാഷർ കണ്ണി, ഇതിൽ നിറയെ പാറ്റേൺസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു കൊടുക്കുന്നത്, ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്. എല്ലാ മോഡൽസും കണ്ട കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നിറയെ മോഡൽസ് ഉണ്ട്. ഇതുപോലെ ഇതൊക്കെ സ്പെഷ്യൽ ടൂൾസ്, ഗാരേജ് ടൂൾസ് എന്ന് പറയും. ഗാരേജ് ടൂൾസ് 2 വീലറിന്റെ ഉള്ളിൽ വരുന്ന പാർട്സിന് അയക്കാനുള്ള സ്പാനർ, ഫ്ലൈ വീൽ പുള്ളർ, ഫ്ലഗ് സ്പാനർ, അതുപോലെ A to Z അതിന്റെ ഗാരേജുള്ള എല്ലാ ഐറ്റവും നമ്മുടെ അടുത്തുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. ഇതൊന്ന് ബിട്ടുകളാണ്. ഇതൊന്ന് ഒരു ചെറിയ തൊട്ട് വലിയ ഹോളാക്കാനുള്ള ബിട്ടാണ്. ഇതൊക്കെ സ്പെഷ്യൽ ടൂൾസ്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും മാക്സിമം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഈ സാധനമൊക്കെ. പക്ഷേ ഈ ഒരു ടൂൾ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് എന്തിനുള്ള ടൂളാണിത്? ഇതൊന്ന് ഉദ്രാക്ഷ കൊട്ട ഉണ്ടല്ലേ, ഉദ്രാക്ഷയിൽ ഒരു കൊട്ട നമ്മൾ കഴുത്തിലേത് കഴിയും അത് ചെയ്യാനുള്ള ബിറ്റ്സ് ആണ്. നമ്മൾ രുദ്രാക്ഷ മാലയിലുള്ള ആ പീസ് റൗണ്ട് റൗണ്ട് ആയിട്ട് റിങ് ബാൽസ് പോലെ അത് ബാൾ ചെയ്ത് ഹോലാക്കും, അത് ബാലാക്കും, ബാലും ആക്കാം. നോർമൽ ഒരു വുഡിൽ തന്നെ ആ ബാലാക്കാം. അതുപോലെ ചെയ്യുന്നതാണ്. അതിൽ എല്ലാ സൈസസ് ഉണ്ടാവും. ഇതൊരു കിട്ടാ ഫുൾ സെറ്റ് ആയിട്ട് വരും. ഇതാണ് അഡാപ്റ്റർ, അതിന്റെ ബിറ്റ് സൈസ് എന്തൊക്കെ സൈസ് വേണോ ചെറുത് വലുത് എല്ലാ സൈസ് ഇതിലുണ്ടാവും. ഇത് ഡ്രിൽ ബിറ്റ്സിന്റെ അടക്കം വരും. നമ്മൾ സാധാ ഹാൻഡിൽ മെഷീൻ വെച്ച് ഇത് ചെയ്യാൻ പറ്റും. നോർമൽ വുഡ് വർക്കിംഗ് ആൾക്കാർ മാക്സിമം ഇത് എടുക്കും. റൗണ്ട് ഷേപ്പിലാക്കുകയും ചെയ്യും അല്ലേ, ഹോളും ചെയ്യും. കംപ്ലീറ്റ് കിറ്റാണ്. കംപ്ലീറ്റ് കിറ്റാണ്. ഇതിൽ എല്ലാ സൈസസ് വരും. എല്ലാ സൈസും വരുന്നുണ്ട്, ചെറുത് മുതൽ വലുതുവരെ എല്ലാ സൈസും ഉണ്ട്. ഒത്തിരി ആശാരം നിറയെ ആൾക്കാർ വേണ്ടി മേടിക്കുന്നു. ഇതൊക്കെ കിട്ടാത്ത സാധനമാണ്. നിങ്ങൾ ഓൺലൈനിൽ പോയി ചോദിച്ചാൽ അവന്മാർ ഒരുപാട് റേറ്റ് വരും. നമ്മുടെ അടുത്ത് വളരെ ചീപ്പ്, പ്ലസ് ഇത് എല്ലാ സ്ഥലത്തും കിട്ടാത്ത സാധനം. നമ്മൾ റെഡി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര പീസ് വേണോ അത്ര പീസ് തരാം. ഇതിന്റെ ഫിറ്റിംഗ് ചെയ്യാനുള്ള അഡാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇതുണ്ടെങ്കിൽ ഈ ടൂൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ആ മാല ചെയ്യാനുള്ള ആ റിങ് റൗണ്ട് ബാൾ പോലെ ചെയ്യുന്നത് ഈ ബിറ്റിലാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ ചെറിയ ടൂളുകളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് നിറയെ ആൾക്കാരിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, അവർ പറയും നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എങ്ങനെ നമുക്ക് ഐഡിയ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഡെമോ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡെമോ വീഡിയോ അയച്ചു കൊടുക്കും. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാം. വീട്ടിലുള്ള പെണ്ണുങ്ങൾ തന്നെ ചെയ്യാം. അത്രയ്ക്ക് ഈസി ആയിട്ട് മെത്തേഡാണ്. എല്ലാം എങ്ങനെ ഫിറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യുന്നത്, എങ്ങനെ പണിയെടുക്കണം, അതിൽ എങ്ങനെ നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നു A to Z വീഡിയോ എല്ലാം A to Z എല്ലാത്തിനും വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊന്നും വേണ്ട, നമ്മൾ എന്ത് സാധനം മേടിക്കുന്ന ആ സാധനത്തിന്റെ ഡെമോ വീഡിയോ ചെറിയ ചെറിയ ഇതുപോലെ ടൂൾ സ്പെഷ്യൽ ടൂൾസിന്റെ മാക്സിമം എല്ലാത്തിന്റെ ആവറേജ് വീഡിയോ നമ്മുടെ ഉണ്ടാവും. പിന്നെ നോർമൽ ഗ്രൈൻഡർ കട്ടറിലൊക്കെ നോർമൽ എല്ലാവരും പണി ചെയ്താൽ ഇതുപോലെ സ്പെഷ്യൽ ടൂൾസിനുള്ള അതിനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കും. കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ആ നമ്പർ വാട്സാപ്പിൽ തന്നെ വീഡിയോ അയച്ചു കൊടുക്കും. നിങ്ങൾ അത് റിസീവ് ചെയ്തിട്ട് അതേപോലെ ചെയ്താൽ മതി. ഈ സാധനം വന്ന് എന്തിനു യൂസ് ആകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ ഉണ്ടല്ലോ, വാഷ് ബേസിന്റെ താഴെ പൈപ്പ് വരും. ആ പൈപ്പ് ടൈറ്റ് ചെയ്യാനുള്ളത് എല്ലാ സ്ഥലത്തും പോയി പൈപ്പ് റിഞ്ച് സ്പാനർ വെച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്താ വെച്ചാൽ അത് ചുമറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അത് ടൈറ്റ് ചെയ്യാൻ അതിന് വേണ്ടി കൊടുക്കുന്ന സ്പെഷ്യൽ ടൂളാണ്. സ്പെഷ്യലി ഫോർ വാഷ് ബേസിന് ആ പൈപ്പ് ചെയ്യാനുള്ളത്. ഈ പ്ലംബർമാർ മാക്സിമം ഇത് ചോദിക്കും, അതിന് അധികമായിട്ട് ഇത് പോകും. പിന്നെ ഇത് അതുപോലെ ഗണ്ണ്, ഇത് കാർ വാഷർ ഗണ്ണ് നിറയെ മോഡൽസ് ഉണ്ട്. അതിൽ കാണിച്ചു തരാം. ഇത് നോക്കി, ഇതൊരു റാച്ചറ്റ്, ഇത് സ്പെഷ്യൽ റാച്ചറ്റ്. ഓക്കെ,
ഇത് സ്പെഷ്യൽ ഡ്രൈസർ. ഇതൊക്കെ ഓട്ടോമൊബൈൽ ഫീൽഡ് ആര് ചോദിച്ചെങ്കിലും നമ്മൾ തരാം. ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതും നമ്മുടെ അടുത്ത് A to Z നമ്മുടെ സാധനം. 2-വീലർ സ്പാർട്സ്, 2-വീലേഴ്സിന്റെ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ആ ടൂള് മാക്സിമം ടൂൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇത് വന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ട് സാധാ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് പോളിഷിങ് ചെയ്യാം. കാറ് ബൈക്കൊക്കെ നമ്മൾ തന്നെ ഒരു ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് പോളിഷിങ് ചെയ്യാം. അതിലുള്ള ടൂൾ എല്ലാം കംപ്ലീറ്റ് കിട്ടി തരും. ഫോം തരും, അതിലുള്ള അറ്റാച്ച്മെന്റ് സാധാ ഡ്രില്ലിംഗ് മെഷീനിൽ ഇവിടെ കൊടുത്ത് ആൺ ചെയ്താൽ ഡ്രില്ലിംഗ് രണ്ടാമത് പോലെ പാലിഷ് നമ്മൾ തന്നെ ഈസി ആയിട്ട് പോയി വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ എല്ലാ മാക്സിമം നമ്മൾ തന്നെ എല്ലാ പണിയും ചെയ്യാൻ പറ്റും. ഇതിന് ഡെമോ വീഡിയോ ഉണ്ട്, അയച്ചു. നമ്മൾ കാണിക്കുന്ന മാക്സിമം ഇതുപോലെ സ്പെഷ്യൽ ടൂൾസ് എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ കസ്റ്റമറിന് പുതിയ കസ്റ്റമർ ആകുമ്പോൾ അതിന് ഐഡിയ അല്ലാണ്ട് കാറിൽ പോയി പാലിഷ് ചെയ്യുന്നു, പോയി അമർത്തി പെയിന്റ് പോയി എന്ന് വെച്ചാൽ പിന്നെ ഡബിൾ പൈസ മെഷീൻ കുറ്റം അവർ ചെയ്ത് തരാം. അപ്പോൾ നമ്മളത് ഡെമോ കാണിച്ചു കൊടുക്കും എങ്ങനെ ഇത് യൂസ് ചെയ്യാം. നമ്മൾ നോളജിൽ പെർഫെക്റ്റ് ആയിട്ട് പണി ചെയ്യും. ഇതുപോലെ ടൂൾ ഇത് വന്ന് ബോൾട്ട്, ഇപ്പോൾ ഒരു ബോൾട്ട് ഉണ്ട്, ഇതുപോലെ ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ട് വന്ന് ഭയങ്കര റെസ്റ്റ് കയറി അത് അയക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കട്ടർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ ശരിക്കും യൂട്യൂബിൽ വരുന്നതാ, പുറത്ത് വരുന്നത് കറങ്ങി അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നട്ട് വന്ന് കട്ടായി പോകും. നട്ട് കട്ട് ചെയ്ത് റിലീസ് ആവും, ഈസി ആയിട്ട് നമ്മൾ പുറത്തെടുക്കുക. അതുപോലെ ഉള്ള ടൂളാണ്. ഇതിൽ എല്ലാ സൈസസും ചെയ്യാം, കംപ്ലീറ്റ് കിട്ടാത്. അതേപോലെ നമ്മൾ പറഞ്ഞില്ല ഓട്ടോമൊബൈലിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ഫ്ലവർ, ഇതിൽ സ്റ്റാർ, LNK, ഇതില്ലാണ്ട് നിങ്ങൾക്ക് പുള്ളറ്, എന്തൊക്കെ പുള്ളർ വേണോ, 2-വീലറിന്റെ ആ പുള്ളർ, കാറിന്റെ പുള്ളർ, എന്ത് വേണോ എല്ലാ സ്പാർട്സ് മാക്സിമം കാറിന്റെ 2-വീലറിന്റെ എല്ലാം നമ്മുടെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടൂൾസിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. ഇത് റിവീറ്റ്, ഇതിൽ എല്ലാ ഉള്ള റിവീറ്റും നമ്മുടെ അടുത്തുണ്ട്. ഇത് ഫുൾ കിട്ടി. ഇത് നോർമൽ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ചെയ്യുന്ന. ഇത് വന്ന് സെപ്പറേറ്റ് ഫസ്റ്റ് മാനുവൽ ആയിട്ട് ഉണ്ട് നമ്മുടെ അടുത്ത്. കയ്യിൽ വലിയ ടൈപ്പ് ഉണ്ട്, അതില്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാനുള്ളത് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹാൻഡ് ഡ്രില്ലിംഗ് വെച്ച് ചെയ്യാനുള്ള അറ്റാച്ച്മെന്റ് നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, ഇതില്ലാണ്ട് സാധാ റിവീറ്റ് ഉണ്ട്, അതും കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ മോഡൽ അത് കണ്ട മനസ്സിലാവും. ഇപ്പൊ ഇതിനോക്കാം. ഇത് വന്ന് ഗ്യാരേജിന്റെ ഐറ്റമാണ്. ഇതിൽ എല്ലാ ട്യൂബ് കട്ടർ തൊട്ട് എല്ലാ A to Z ഇതിൽ കിറ്റായിട്ട് വരും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വേണം, നമ്മുടെ അടുത്ത് ഇല്ലാത്ത സാധനം നിങ്ങൾക്ക് വേണോ, ഒരു പുതിയതായിട്ടുണ്ടെന്ന് വെച്ചാലും ആ ഫോട്ടോ അയച്ചു കൊടുത്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അറേഞ്ച്മെന്റ് നമ്മുടെ അടുത്ത് അതും ചെയ്തു തരും. പിന്നെ ഇത് ടാപ്പിംഗാണ്. ഇത് അതേപോലെ ഡ്രില്ലിങ്ങിൽ വെച്ച് ചെയ്യുന്ന പോലെ ടാപ്പിംഗ് ഫുൾ സെറ്റാണ്. ഇത് സ്ക്രൂ എക്സാക്റ്റഡ് എന്ന് പറയും. സ്ക്രൂ പോയി ഉള്ളിൽ ടൈറ്റ് ആയെന്ന് പറഞ്ഞാൽ അത് റിലീസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ മുകളിലത്തെ ഹെഡ് കഴിഞ്ഞെങ്കിൽ ഇതിലിട്ട് ടൈറ്റ് ആക്കിയിട്ട് ആ സ്ക്രൂന്ന് പുറത്തെടുക്കുക. അതിന് വേണ്ടി കൊടുക്കുന്നത്. ഇത് നോക്കി, ഇത് അതേപോലെ ഇതൊരു അറ്റാച്ച്മെന്റാണ്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നോർമൽ ഡ്രില്ലിംഗ് മെഷീനിൽ കട്ടിങ് ചെയ്യാം. നോർമൽ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ ഇതിങ്ങനെ ഫിറ്റിംഗ് ആക്കിയിട്ട് ബ്ലേഡ് ഇട്ട് കട്ടിങ് ആക്കാം. ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ റൺ ആകുമ്പോൾ ഇത് കട്ടിങ് ആകും. നിങ്ങൾ തല്ലി കൊടുത്താൽ മതി. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഒരു ഗ്രൈൻഡർ, ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാ അതിലുള്ള എല്ലാ അറ്റാച്ച്മെന്റും നമ്മുടെ അടുത്തുണ്ട്. അതിൽ തന്നെ എല്ലാ ടൂളും ചെയ്യാം. നമ്മളൊരു ആശാരി, ഒരു പ്ലംബർ ആരുടെ ആവശ്യം, നമ്മൾ തന്നെ നമ്മുടെ പണി ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതേ ആശാരിമാർ, പ്ലംബർമാരുണ്ടെങ്കിൽ അവരിന് അത് ഇനിയും എളുപ്പമാകും പണി. ഒരു 2 മണിക്കൂറിൽ ചെയ്യുന്ന പണിയെ നമ്മൾ അരമണിക്കൂറിൽ കഴിച്ചിട്ട് പോകും. അതിലുള്ള എല്ലാ ടൂളും നമ്മുടെ അടുത്തുണ്ട്. അഡ്വാൻസ് മോഡൽസ്. ഇത് വന്ന് ഈ ഗ്രൂവിംഗ് മെഷീൻ എന്ന് പറയും. അതായത് പാത്രത്തിന്റെ മുകളിൽ ലെറ്റേഴ്സ് എഴുതാൻ, ഡ്രോയിങ് ചെയ്യാൻ, അതുപോലെ ചെയ്യുന്ന പാത്രങ്ങൾ മെറ്റലിൽ എഴുതുന്ന സാധനം. പിന്നെ ഇത് വന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഗ്ലാസ് കട്ടർ. നോർമൽ ഗ്ലാസ് കട്ടർ വന്നിട്ട് സിംഗിൾ ഒരു പെൻസിൽ പോലെ വരും. ഇത് വന്ന് വൈസിലിട്ടിട്ട് ചെയ്യുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്രാഷസ് വരില്ല. കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് എടുക്കുക. അതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ടൂളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് എക്സ്ട്രാ ടൂളും കൊടുത്തിട്ടുണ്ട്. ഇത് വന്ന് അഡ്വാൻസ് മോഡൽ. നോർമൽ ടൈൽസ് കട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ പോലെ വരും. ഇപ്പോൾ ഇത് ഇനി അഡ്വാൻസ് ആയി. അത് ക്ലീൻ ചെയ്യാൻ ലിക്വിഡ്. അത് കട്ടിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓയിൽ കൊടുക്കാനുള്ളത്. പിന്നെ ഈ സാധനം ഇത് വന്ന് സ്പെഷ്യൽ ടൂളാണ്. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ, ഈ സാധനം എന്തിനെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് വണ്ടിയിൽ മുമ്പിൽ ഇതൊക്കെ ഉണ്ടല്ലേ, പ്ലാസ്റ്റിക്കില് ബോഡിയൊക്കെ ഉണ്ടാവും. അതൊക്കെ കട്ടായിന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ സെറ്റിനെ മാറ്റിയെടുക്കും. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മാത്രം വെൽഡ് അടിക്കും. അതിനുള്ള പ്ലാസ്റ്റിക് വെൽഡിങ്. പ്ലാസ്റ്റിക് വെൽഡിങ്ങിൽ മറ്റേത് വന്ന് പ്ലാസ്റ്റിക് ടു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെൽഡിങ്, അത് വേറെ, അത് നമ്മുടെ അടുത്തുണ്ട്. ഇത് വന്ന് പ്ലാസ്റ്റിക്കിൽ ഇതുപോലെ ചൂടാക്കി ഇതിൽ വെച്ച് ഈ ഗണ്ണില് ഈ കമ്പി ഇത് രണ്ട് ഇങ്ങനെ വരും. ഈ കമ്പീനെ ഇങ്ങനെ എടുത്ത്, ഇതിന്റെ ഡെമോ വീഡിയോസ് നമ്മുടെ അടുത്തുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, എടുക്കുന്ന ആൾക്കാരിന് കാണിച്ചു തരും. ഇതുപോലെ ഇതിൽ ഫിറ്റ് ആക്കിയിട്ട് ഇത് ചൂടാക്കി ഇതിന്റെ മുകളിൽ വെച്ചാൽ ഇത് അങ്ങനെ ഉള്ളിൽ കയറും. പിന്നെ ഇത് മടക്കി കൊടുത്താൽ
അത് മോൾഡായി പിടിക്കും. മോൾഡ് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ പണി കഴിഞ്ഞു. അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഏത് പ്ലാസ്റ്റിക് ടൂളായി ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോയ്സ് ആയി ഇല്ല ரொம்ப വാല്യൂ ഉള്ള സാധനമാണ്, പക്ഷെ അത് ഒരു ക്രാക്കായി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അത് സ്പാര് കിട്ടില്ല, അത് കളയാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ച് റീവർക്ക് നമ്മൾ യൂസ് ചെയ്യും. ഇത് മാക്സിമം ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പാച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത് യൂസ് ചെയ്യും. ഇത് സ്പെഷ്യൽ ടൂൾസുകളാണ്. ഇത് വേണം, ഇത് നമ്മുടെ അടുത്തുണ്ട്. ഇത് വന്ന് ബ്രഷ് കട്ടറാ. ഈ ബ്രഷ് കട്ടർ വന്ന് ബാറ്ററി ടൈപ്പാ. ഇത് കോർഡ്ലെസ്. ഇത് ബ്രഷ് കട്ടർ. നമ്മുടെ അടുത്ത് കോർഡ്ലെസ്സിൽ A to Z ഉണ്ട്. ഗ്രൈൻഡർ ഉണ്ട്, ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, ഹാമർ മെഷീൻ ഉണ്ട്, ന്യൂമാറ്റിക് ഉണ്ട്. നിങ്ങൾക്ക് കോർഡ്ലെസ്സിൽ എന്ത് സാധനവും ബാറ്ററി ടൈപ്പിൽ എല്ലാം A to Z നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ ഇത് പെട്രോൾ വേണമെങ്കിൽ ബ്രഷ് കട്ടർ നമ്മുടെ അടുത്ത് അതിലുണ്ട്. പിന്നെ മരം അറുക്കുന്നത് അതേപോലെ ബ്രഷ് കട്ടറിൽ വേണമെങ്കിൽ ബ്രഷ് കട്ടറിലുണ്ട്, പെട്രോൾ വേണമെങ്കിൽ പെട്രോളുണ്ട്, നോർമൽ ബാറ്ററിയിൽ വേണമെങ്കിൽ ബാറ്ററിയിലുണ്ട്. നമ്മുടെ അടുത്ത് A to Z. നിങ്ങൾ എങ്ങനെ ചോദിക്കണം അങ്ങനെ നമ്മൾ സർവീസ് ചെയ്യാൻ നമ്മൾ റെഡി. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ബെസ്റ്റ് ആയിട്ട് ഇതും. അങ്ങനെ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഓപ്പൺ ആയിട്ട് പറയും, ഇത് ക്വാളിറ്റി ഇല്ല, ഇത് വേണ്ട, ഇത് എടുക്കണ്ട. അല്ല നമുക്ക് ഓറഞ്ച് ഷൂസ് തന്നെ വെറുതെ വെക്കാണ്, അതിന് ഓക്കെ, നമ്മൾ തന്നെ പറയും ഓക്കെ റൈറ്റ്. അല്ല പെർഫോമൻസ് എങ്ങനെയാണ് പെർഫോമൻസ് നമ്മൾ തന്നെ പറയും, കച്ചവടം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയാൽ അത് യൂസ് ആക്കും, അത് അവന് സാറ്റിസ്ഫാക്ഷൻ ആവും, ജോലി ചെയ്യണം. നാളെ തിരിച്ച് കസ്റ്റമർ വേണമെന്ന് വെച്ചാൽ എന്റെ മര്യാദയ്ക്ക് ഞാൻ കറക്റ്റായ സാധനം കൊടുത്താൽ തിരിച്ച് കസ്റ്റമർ കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും അത് ആലോചിച്ചിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതാണ് നമ്മൾ സാധനം കൊടുത്താൽ അത് യൂസ് ആകും. അത് യൂസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും ഇത് വേണ്ട, ഇത് ശരിയായില്ല, ഇല്ല എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവന്റെ ചോയ്സ്, നമ്മൾ അത് കൊടുക്കും. പക്ഷേ 90% നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ബെസ്റ്റ് സാധനം കൊടുക്കും. നമ്മൾ റെക്കമെൻഡ് ചെയ്യും, ഇത് എടുത്തോളൂ, ഇത് നിങ്ങളുടെ പണിക്ക് തന്നെ സക്സസ് ആവുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ബെസ്റ്റ് ആയിട്ടാണ് കൊടുക്കും. ഇത് വുഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് വരുന്നത്. വുഡൊക്കെ പോളിഷിങ് ചെയ്യാനുള്ളത് നമ്മൾ പേപ്പറിൽ വെച്ച് ചെയ്യില്ല, അത് പണി ഇപ്പോൾ ഇതിൽ ചെയ്യും. ഇതിൽ ഇനി ഫിനിഷിങ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇത് മൾട്ടി ഫംഗ്ഷൻ കട്ടർ എന്ന് പറയും. മൾട്ടി ഫംഗ്ഷൻ ഇതിൽ വന്ന് നിങ്ങൾക്ക് എല്ലാ പണിയും ചെയ്യാം. മെറ്റൽ തവിർത്ത് ബാക്കി എല്ലാം, മെറ്റൽ ഇല്ലാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇതിൽ ഒരു ബ്ലേഡിലാണ് കട്ടിങ് ആവും. പിന്നെ ഇത് വന്ന് മാർബിൾ, ടൈൽസ്, ഗ്രാനൈറ്റ് കട്ടിങ് ബ്ലേഡ്സ്. ഇതിൽ എല്ലാ ടൈപ്പ് ഓഫ് മെഷീൻ ബ്ലേഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലാണ്ട് ഇത് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ബർക്കട്ടർ, ഇത് വുഡിന് വേണ്ടി ചെയ്യുന്നതാണ് ബർക്കട്ടർ സെറ്റ് എന്ന് പറയും. ഇതിൽ തന്നെ മെറ്റൽ ചെയ്യാനുള്ള ബർക്കട്ടർ ആ സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, മെറ്റലിൻ്റെ ഉണ്ട്. പിന്നെ ഇത് വന്ന് ഇതൊക്കെ സ്പെഷ്യൽസ്, ഇതൊക്കെ ഗ്ലാസ് ബിറ്റ്സ് എന്ന് പറയും, ടൈൽസ് ഗ്ലാസ് ഒക്കെ ഡ്രിൽ ചെയ്യാനുള്ളത്. ഇത് വന്ന് കോർ ബിറ്റ്സ് എന്ന് പറയും, മാർബിൾ, മൊസൈക്ക് അതിലൊക്കെ ഇട്ട് ചെയ്യാനുള്ള കോർ ബിറ്റ്സ്, ഇത് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ സർക്കിൾ പ്ലെയർ, ഇത് 2 in 1. ഇതിൽ ഇൻഡിവിജ്വൽ തനിച്ചനുസരിച്ചുണ്ട്. ഇത് 2 in 1 ഒരേ ഇതിൽ 2 സർക്കിൾ പ്ലെയർ. ഇത് മൾട്ടി വയർ സ്റ്റിപ്പർ എന്ന് പറയും. പിന്നെ ഇതിൽ ഇത് നോക്കി, ഇത് വന്ന് എക്സാക്ടർ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, ഒരു വലിയ കിറ്റ്. അതേപോലെ ഇത് മിനി കിറ്റ്, ഇതിലും ഇതേപോലെ ബോൾട്ടൊക്കെ അയച്ചെടുക്കാനുള്ള കിറ്റാണ് ഇത്. ഇത് സ്പാനർ 10 in 1. ഇത് നിങ്ങൾക്ക് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ല നോർമൽ വീട്ടിൽ യൂസ് ആൾക്കാർ എല്ലാവരും ചെയ്യാം. ഇത് ഒരു ചെറിയ സ്പാനറാണ്. ഇത് എല്ലാ ടൂളും ഇതിൽ തന്നെ ഉണ്ടാവും. 10 സ്പാനർ ഒരേ സ്ഥലത്ത് കെട്ടാം. ഇത് സ്പെഷ്യൽ ഡ്രിൽ ബിറ്റാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എല്ലാ സൈസ് ഇതാ, ഇത് ബാക്കിൽ എല്ലാ സൈസ് ഉണ്ടാവും. ഇത് ഫുൾ കിറ്റ്, ഇത് മെറ്റലിലുണ്ട് ബിറ്റ്സാ. പിന്നെ റിവിറ്റ് ഗണ്ണ് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഫസ്റ്റ് ഒരു, അതേ തന്നെ ഇതൊരു മോഡൽ ബോക്സിൽ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇത് വന്ന് ഹാൻഡ് നമ്മൾ കയ്യിൽ ചെയ്യുന്നില്ല റിവിറ്റ് ഗൺ, അതേ ഇത് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് അറ്റാച്ച്മെന്റ് ചെയ്ത് റിവിറ്റ് അടിക്കും, അതിലുള്ള അറ്റാച്ച്മെന്റാണ്. ഇതൊക്കെ കിഡ്സാ. ഇത് മാഗ്നറ്റിക് വെൽഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മാഗ്നറ്റിക് ചെയ്യാനുള്ള ഇതൊന്ന് മാഗ്നറ്റ്. ഇതാണ് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ 2 സാധനം വെച്ചിട്ട് വെൽഡ് അടിക്കുന്ന സമയത്ത് 2 സൈഡ് പിടിക്കും. ഇത് അങ്ങനെയല്ല, ഇത് വെച്ച് കൊടുത്താൽ ഇവിടെ ഒരു പൈപ്പ് കൊടുത്താൽ ഈ മാഗ്നറ്റ് പിടിച്ചു നിർത്തും. നമ്മൾ അവിടെ ടാക്ക ചെയ്തിട്ട് പോകാം. ഒരേ ആൾ ഈസി ആയിട്ട് ചെയ്യാം, മതി. ഇതിൽ 4 ഇഞ്ച് 5 ഇഞ്ച് പിന്നെ ഇതിൽ കിറ്റ് അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇത് വന്ന് വെൽഡിങ് പൈപ്പ് വെൽഡിംഗ് എന്ന് പറയും. ഇത് പൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പ്സ് ഒക്കെ വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നത്, ത്രെഡ് ഇട്ട് ചെയ്യുന്നത് പോലെ ഇത് പൈപ്പ് വെൽഡിങ്. ഇതിൽ തന്നെ പ്ലാസ്റ്റിക് വെൽഡിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ടു പ്ലാസ്റ്റിക് വെൽഡിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലാണ്ട് UPVC വെൽഡിംഗ് അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലാണ്ട് ആർക്ക് വെൽഡിംഗ്, MSc SS കാസ്റ്റിംഗ്, അലുമിനിയം അത് ചെയ്യാനുള്ള വെൽഡിംഗ് മെഷീൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഗ്യാസ് ഉള്ളതുണ്ട്, ഗ്യാസ് ഇല്ലാത്തതുണ്ട്. മാക്സിമം ആവറേജ് എല്ലാത്തിനും കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഗ്യാരേജ് ടൂൾസിൻ്റെ ടൂൾസുകളാണ്. പിന്നെ അതേപോലെ ഈ സാധനം ഇത് അതേപോലെ തന്നെ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് സ്ക്രൂവിങ് ചെയ്യുന്നത് അറ്റാച്ച്മെൻറ്റാണ്. നമ്മൾ ഓവർ സ്ക്രൂ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ സ്ക്രൂ അറ്റാച്ച്മെന്റ് ആവും. അങ്ങനെ വെച്ച് അടിച്ച് കൊടുത്തിട്ടേ പോവാം. നമ്മൾ ഓവർനൈറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടല്ലേ സ്ക്രൂ ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ചെയിൻ പോലെ വരും. അങ്ങനെ വെച്ച് സ്ക്രൂ ആക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. വേഗം പണി ഇനി ഫാസ്റ്റ് നോർമൽ. ആർക്ക് ടിഗ് ആ മെഷീൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ലേസർ വെൽഡിങ് അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ലേസർ വെൽഡിങ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതും നമ്മൾ ചെയ്യും. ഇത് വന്ന് മൾട്ടി സ്പാനർ. ഇത് ഒരേ സ്പാനറിൽ എല്ലാ പണിയും ചെയ്യാം, ചെറിയ തൊട്ട് വലുതാണ് എല്ലാ പണിയും ചെയ്യാം. ഇതിലുണ്ട് ഇതുപോലെ ടൈപ്പ്, ഇതിൽ 8 സൈസ് ഉണ്ടാവും. ഇതിൽ അതേപോലെ എല്ലാ ടൈപ്പും ചെയ്യാം, മൾട്ടിപർപ്പസ്. നമ്മൾ ഒരു സ്പാനർ സെറ്റ് മേടിക്കാനായിട്ട് ഓൺ യൂസ് വീട്ടിലുള്ള ആൾക്കാർ ഇതുപോലെ ഒരു സ്പാനർ വെച്ചാൽ കളഞ്ഞു പോല ഓണായിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മുടെ പണി എല്ലാം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ടൂൾസ് ഈ ജോലി ചെയ്യുന്നവർക്ക് പോലും ഈ ഒരു ടൂൾസ് ഒക്കെ ഉണ്ടെന്ന് അല്ലേ? ജോലി ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ഇതുപോലെ ടൂൾ മേടിച്ചാൽ
അവർ ഒവ്വൊരു സ്ഥലത്തും പോകുന്ന സമയത്ത് ഒരു ബാഗ് നിറയെ ടൂൾ എടുത്തിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. സിംഗിൾ ടൂൾ സിമ്പിൾ ആയിട്ട് ഒരു 2 ടൂൾ എടുത്തിട്ട് പോയി ആ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതുപോലെ എല്ലാ ടൂൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത് വന്ന് PVC കട്ടർ. ഇതിൽ നിറയെ മോഡൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അത് എങ്ങനെ വേണം അങ്ങനെ. ഇതിൽ മാനുവൽ ഉണ്ട്. ഇത് പിന്നെ സോൾഡറിങ് അയന്, ഇത് സ്ക്രൂ എക്സൈറ്റർ എന്ന് പറയും, ഇത് ടോർക്ക് റിഞ്ച്, ഷോക്കറ്റ് സെറ്റ്. ഇതിൽ ഷോക്കറ്റിൽ ഇത് ചെറുത് 1/4 ഇഞ്ച്. ഇതിൽ തന്നെ 3/8 സൈസ് ഉണ്ട്, അരേഞ്ച് സെറ്റ് ഉണ്ട്, 3/4 ഇഞ്ച് ഉണ്ട്, 1 ഇഞ്ച് ഉണ്ട്. അതായത് ലാറിൻ്റെ ബോൾട്ട് നട്ട് കഴിക്കാനുള്ള ബോൾട്ട് വരെ ആ സ്പാനർ ഷോക്കറ്റ് വരെ നമ്മുടെ അടുത്തുണ്ട്. ചെറിയ സൈക്കിൾ തൊട്ട് ലാറി 12 വീലർ ലാറി അയക്കാനുള്ള ആ ഷോക്കറ്റ് വേണം, ആ സൈസ് നമ്മുടെ അടുത്തുണ്ട്. റെഡി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. അത് യൂസ് ചെയ്യാനുള്ള ടൂൾ നമ്മുടെ അടുത്തുണ്ട്. എയറിലുണ്ട്, ബാറ്ററിയിലുണ്ട്, ഇലക്ട്രിക്കലിലുണ്ട്. നിങ്ങൾ എങ്ങനെ ചോദിക്കണം അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ. ഇതൊക്കെ സ്പെഷ്യൽ ടൂൾസ്. അതൊക്കെ ഗ്രീസ് നിപ്പിൾ. ഇതൊക്കെ പുതിയതായിട്ട് വന്ന മോഡൽസാണ്. ഇത് അതേപോലെ സ്പാനർ ആണ്. ഇത് ഒന്ന് ഓട്ടോമൊബൈൽ യൂസ് ആവുന്നത് ട്യൂബുലർ സ്പാനർ. ഇത് അതേപോലെ ഡബിൾ ആൻഡ് റിംഗ് ഒക്കെ വരുന്നില്ല, അതേപോലെ ട്യൂബ് സ്പാനർ സെറ്റ്. ഇത് വന്ന് എന്തെന്ന് പറഞ്ഞാൽ നോർമൽ മാർബിൾ കട്ടർ. ഇതുപോലെ കട്ടർ. ഈ കട്ടറിൽ ഇത് അറ്റാച്ച്മെന്റ് ചെയ്യും. ഇത് അറ്റാച്ച്മെന്റ് ചെയ്ത് കൊടുത്താൽ ക്രോസ് കട്ടിങ് ഒക്കെ ചെയ്യാം. അതിന് വേണ്ടി വരുന്ന സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആണ്. ഇതെങ്ങനെ ഫിറ്റിംഗ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അയച്ചു തരും. അത് നിങ്ങൾ ഫിറ്റിംഗ് ചെയ്ത് അതേപോലെ ചെയ്യാം. ഇത് വന്ന് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യും. ബൂസ്റ്റർ കേബിൾ എന്ന് പറയും. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വെൽഡിങ്ങിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടോ. എല്ലാം ബെസ്റ്റ് ആയിട്ട് തരും. റൂട്ടർ മെഷീൻസ്, വുഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ, വലിയ പ്ലാനർ, സർഫേസ് പ്ലാനർ, തിക്നെസ് പ്ലാനർ, അതുപോലെ മെഷീനറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ റൂട്ടർ മെഷീൻ്റെ റൂട്ടർ മെഷീൻസ് അത് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രിൽ ബിറ്റ്സ്, കോൺക്രീറ്റ്, മെറ്റൽ, വുഡ്, ടൈൽസ്, ഗ്രാനൈറ്റ്, ഗ്ലാസ് എല്ലാത്തിനും ഉള്ള ബിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ടൂൾസ് ഉണ്ട്, അതിൻ്റെ ബ്ലേഡ്സ് ഉണ്ട്. A to Z നമ്മൾ ചെയ്യുന്നത്. ഈ ഷോപ്പിലുള്ള എല്ലാ വെറൈറ്റിയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരു ചെറിയൊരു ശതമാനമാണ് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ള ഷോപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും പുതുതായിട്ടുള്ള ടൂൾസ് അതെല്ലാം അവർ പറഞ്ഞു തരും. അതിൻ്റെ ഡെമോ വീഡിയോ പറഞ്ഞു തരും. ഒരുപാട് ടൂൾസ്, നമുക്കറിയാത്ത ഒരുപാട് ടൂൾസ്, ഒരുപാട് മോഡൽസ് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. പുതിയ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏത് വേണോ ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമ്മൾ വന്ന് പുതിയതായിട്ട് എന്ത് അഡ്വാൻസ് വരണോ അത് നമ്മൾ കയറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇനി വരും, പിന്നെ ഇനി ഒരു മാസം 2 മാസം അങ്ങനെയല്ല. നമ്മുടെ അപ്പം തന്നെ റെഡി സ്റ്റോക്ക് ഉണ്ടാവും. കേരളത്തിലെ ഷോപ്പുകളിലേക്ക് ഒത്തിരി ഇവിടെ പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ A to Z നമ്മൾ എല്ലാത്തിനും റീറ്റെയിലും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് RK ടൂൾസ് നമ്മുടെയാണ്. SA ട്രേഡേഴ്സ്, RK ടൂൾസ് രണ്ടും നമ്മുടെയാണ്. ഇതൊന്ന് സോമസുന്ദരം മിൽ റോഡ് NTC മിൽ ഹെഡ് ഓഫീസിന്റെ മുമ്പിൽ അണുപ്പുറപ്പാളെ കട്ട് എന്ന് പറയും. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ കാട്ടൂർ കട്ട്. ഇവിടെ മാത്രം 3 ഷോപ്പ് ഉണ്ട്. അത്രയും ഐറ്റംസ് ഉണ്ട്. A to Z. നിങ്ങൾക്ക് ചെറിയ 10 രൂപ സാധനം തൊട്ട് നിങ്ങൾക്ക് 15 കോടി രൂപയുടെ സാധനമാണ് ആ മെഷീനറീസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതി വന്ന് നമ്മൾ അഗൈൻസ്റ്റ് ഓർഡറിൽ കൊടുക്കും. മാക്സിമം സ്റ്റോക്ക് ഉണ്ടാവും. ഇത് സ്റ്റാൻഡ് ഡ്രില്ലിംഗ് മെഷീന്. ഇത് 1.5 ഇഞ്ച്. ഇത് പഞ്ചാബ് മോഡൽ. ഇത് രാജ്കോട്ട് മോഡൽ. ഇത് വന്ന് 1.5 ഇഞ്ച് 40 mm വരെ ചെയ്യുന്നത്. ഇതിൽ തന്നെ 2 ഇഞ്ച് ഉണ്ട്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.25 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് വരെ ഇതിലുണ്ട്. ലൈറ്റ് ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി എല്ലാം ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. ഫ്ലൈ ബ്രഷ്. ഇത് വന്ന് 1 നമ്പർ മുതൽ 1, 2, 3, 4, 5, 6, 8, 10 അതുവരെ ഉണ്ട്. ഇത് എല്ലാ മോഡൽ കാസ്റ്റിംഗ് ബോഡി ഉണ്ട്, മെറ്റൽ ബോഡി ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് വന്ന് പൈപ്പ് ബെൻഡിങ് മെഷീൻ. 1/2, 3/4, 1, 1.25, 1.5, 2 റൗണ്ട് പൈപ്പ്, സ്ക്വയർ പൈപ്പ് രണ്ടും ചെയ്യുക, മോട്ടറൈസ്ഡ്. ഓക്കെ. ഇതേ ഇതിൽ 1/2, 3/4, 1, 1.25, 1.5, 2, 2.5, 3 വരെയും ചെയ്യുക വിത്ത് മോട്ടറൈസ്. ഇതിൽ തന്നെ 1/2, 3/4, 1, 1.25 മാനുവൽ ഉണ്ട്. അതിൽ തന്നെ 1/2, 3/4, 1, 1.25, 1.5, 2 മാനുവൽ ഉണ്ട്. അതിൽ തന്നെ പട്ട, ആംഗിൾ എല്ലാം ചെയ്യുന്നതുണ്ട്. അങ്ങനെ കുറേ മോഡലുണ്ട്. എല്ലാ മോഡലും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ L ടൈപ്പ്, S ടൈപ്പ് എല്ലാ ടൈപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പൈപ്പ്, HD പൈപ്പ് എന്ന് പറയും. ആ പൈപ്പ് വന്ന് വെൽഡിങ് ചെയ്യുന്ന മെഷീനാണ്. ഇതുപോലെ ഇതിൽ എല്ലാ ടൈപ്പ്, എല്ലാ സൈസും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇത് ടാപ്പിംഗ് മെഷീന്. ഇത് വന്ന് 30 mm വരെ ചെയ്യുന്നത്. ഇതിൽ തന്നെ 6 mm വരെ ചെയ്യുന്നത് ഉണ്ട്. ഓക്കെ. ഇത് 6 mm വരെ ചെയ്യുന്നത്. അതേ ടാപ്പിംഗ് ത്രെഡിങ് ചെയ്യുന്നത് 6 mm വരെ ചെയ്യുന്നത്. ഇത് 6 mm വരെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3/4, 1/2 അങ്ങനത്തെ ടൈപ്പ്. ഇത് തന്നെ ബ്ലോയർ. ഇത് വന്ന് ഡ്രില്ലിംഗ് മെഷീനിൽ ഫിക്സ് ആക്കി ചെയ്യുന്ന ബ്ലോയർ അറ്റാച്ച്മെൻറ്റ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് ബെൻഡിങ്. ഇതാ 1/2, 3/4, 1, 1.25, 1.5, 2 റൗണ്ട്, സ്ക്വയർ, പട്ട 3ഉം ചെയ്യാം. ഓക്കെ. മാനുവൽ. പിന്നെ ഇതൊക്കെ ഗ്രീസ് ഗണ്ണ് മാനുവൽ കയ്യിൽ വെച്ച് അടിക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് എയറിലുണ്ട്, പിന്നെ മാനുവൽ ആയിട്ടുണ്ട്. ബക്കറ്റിൽ 5 കിലോ 10 കിലോ അങ്ങനെ ഉണ്ട്. അതിൽ എയറിലുണ്ട്. ഇത് മാനുവൽ. ഇത് HDS ബിറ്റ്. ഈ ബിറ്റ് നമുക്ക് ചെറുതിൽ നിന്ന് ലെങ്ത് വരെ എല്ലാ സൈസും ഉണ്ട് ഈ മോഡൽ. പിന്നെ ഇതിൽ തന്നെ ട്രൈ സ്ക്വയർ,
ട്രൈ സ്ക്വയർ പിന്നെ മെറ്റൽ ബിറ്റ്. ഇതൊന്ന് ബാഗ് ക്ലോസിങ് മെഷീൻ എന്ന് പറയും. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ അരിയൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ചിങ് ചെയ്യും. അരി ബാഗ് അത്ര വലിയ ബാഗ് 25-50 കിലോ മൂട്ട എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മെറ്റീരിയൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ തന്നെ ചെയ്യും. അത് ജല്ലി, മണല്, സിമെന്റ്, അരി, അത് എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ച് സ്റ്റിച്ചിങ് ചെയ്യാം, പാക്കിംഗ് ചെയ്യാൻ പറ്റും. അത് പാക്കിംഗ് സ്റ്റിച്ച് ഉണ്ട്, ഡബിൾ സ്റ്റിച്ച് ഉണ്ട്. ഇത് ആഗ്ര മെഷീൻ. ഇത് ഒന്ന് ആഗ്ര മെഷീൻ എന്ന് പറയും. ഇതിൽ നമ്മൾ എല്ലാ റേഞ്ച് ഉണ്ട്. ഇതിൽ 52 cc ഉണ്ട്, 65 ഉണ്ട്, 85 ഉണ്ട്. നിങ്ങൾ എത്ര cc പറഞ്ഞാൽ അത്ര cc കൊടുക്കും. ഓക്കെ. ഇതിൽ 12 ഇഞ്ച് വരെ ബിറ്റ് വരുന്നുണ്ട്. 15 ഇത് വന്ന് ഇതിന്റെ കൂടെ ഒരു ബിറ്റ് ഫ്രീ. എക്സ്ട്രാ വേണമെങ്കിൽ എന്ത് സൈസ് ബിറ്റ് വേണമെങ്കിലും കിട്ടും. 2 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ ബിറ്റ് ഉണ്ട്. ഇത് വാക്യൂം ക്ലീനർ. ഇത് വന്നിട്ട് ഡസ്റ്റ് വലിക്കും, വെള്ളം വലിക്കും, പിന്നെ കാറ്റ് പുറത്ത് വരും. 3 in 1 എല്ലാ പണിയും ഇതിൽ ചെയ്യാം. ഇത് വാക്യൂം ഇതിൽ 3 ചെയ്യാം. ഡസ്റ്റ് വലിക്കുക, വെള്ളം വലിക്കുക, കാറ്റ് തല്ല, 3 ചെയ്യാം. പിന്നെ ഇത് ബ്രഷ് കട്ടർ, പുല്ല് വെട്ടുന്നത്. ഇത് കൂടുതലായിട്ട് തോളിലുള്ളത്. ഇതിൽ തന്നെ കയ്യിൽ പിടിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കോർഡ്ലെസ് ഫസ്റ്റ് കാണിച്ചില്ല, ബാറ്ററി ടൈപ്പ്. അതിൽ തന്നെ ഇത് പെട്രോൾ ടൈപ്പ്. ഇത് ബാക്കിലിട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ കയ്യിൽ പിടിച്ച് ചെയ്യുന്നുണ്ട്, മോഡലുണ്ട്. ഇത് ഡെമോളിഷൻ മെഷീൻ. ഇത് 15 കിലോ. ഇതിൽ തന്നെ 11 കിലോ ഉണ്ട്, 5 കിലോ ഉണ്ട്, 7 കിലോ ഉണ്ട്. നമ്മുടെ അടുത്ത് എല്ലാ സൈസ് മെഷീൻസും ഉണ്ട് പൊട്ടിക്കുന്നത്. അതിലെല്ലാം ഡ്രില്ലിംഗ് ഉണ്ട് വിത്ത് ഡെമോളിഷനും ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് കോയിൽ ടൈപ്പ് വെൽഡിംഗ് മെഷീൻ. കോയിൽ ടൈപ്പ് ഇൻവേർട്ടർ ടൈപ്പ്. ഫസ്റ്റ് ഇൻവേർട്ടർ ടൈപ്പ് വരുന്ന മുമ്പ് ഇരുന്ന കോയിൽ ടൈപ്പ് വെൽഡിംഗ് മെഷീൻ. ഇത് എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. 200 മുതൽ 200, 350, 450, 550, 650, 850 അങ്ങനെ പോകും. സ്പാട്ട് വെൽഡിങ് എല്ലാ വെൽഡിങ് ഉണ്ടാവും നമ്മുടെ. ഇത് വന്ന് സ്പെഷ്യൽ ടൂളാണ്. ഇത് വന്ന് നമ്മൾ സിമെൻറ്റ് ബിൽഡിങ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ട് സിമെൻറ്റൊക്കെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഫിനിഷിംഗ് ആകും. അത് വന്ന് നമ്മൾ കയ്യിൽ കറണ്ടിൽ വെച്ച് അടിച്ചു കൊടുക്കും. ഇതങ്ങനെയല്ല. ഇത് എയർ കംപ്രസറിൽ വെച്ച് അടിച്ചാൽ സിമെൻറ്റ് അങ്ങനെ വാരി കൊടുത്തിട്ട് മുകളിൽ അടിച്ചു കൊടുത്താൽ എങ്ങനെ പെയിൻറ്റ് അടിക്കണോ അതേപോലെ സിമെൻറ്റ് സ്പ്രേ ആകും. വേഗം ജോലി ഫിനിഷിങ് വേഗമാകും. ഇത് ഞാൻ കീപ്പിട്ട് കാണിച്ചു കൊടുത്തില്ല, 1.5 ഇഞ്ച് മെഷീൻ. അതിൻ്റെ 1/2 ഇഞ്ച് മെഷീൻ അതിൽ ചെറുത്. പിന്നെ ഇത് ഒന്ന് ജോക്കി, ബോട്ടിൽ ജാക്കി. ഇതിൽ തന്നെ വീൽ ജാക്കി, എല്ലാ മോഡലുണ്ട്. എല്ലാ ടൈപ്പ് ജോക്കി ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് ചെയിൻ ബ്ലോക്ക്. ആ. പിന്നെ ഇത് വന്ന് കേബിൾ വന്ന് വെൽഡിങ് കേബിൾ 16 സ്ക്വയർ മുതൽ 95 സ്ക്വയർ വരെ ഉണ്ട്. പിന്നെ ഇത് വന്ന് ബെഞ്ച് ഗ്രൈൻഡർ. ഇത് വന്ന് 1/4 HP. ഇതിൽ 1/2 HP, 1 HP, 2 HP, 3 HP, 4 HP, 5 HP അങ്ങനെ പോകും. എല്ലാ സൈസും ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് വന്ന് സ്റ്റാൻഡ്, ടൂ വീലർ സ്റ്റാൻഡ്. ഓയിൽ വൈൻഡിങ് മെഷീൻ കയ്യിൽ ചുറ്റുന്നത്. ഇതിൽ ഹെവി ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതിനെക്കാട്ടി ഹെവി ഉണ്ട്. ഡിജിറ്റൽ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്. വലുത്. പിന്നെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്. 3 ഡിജിറ്റൽ 4 ഡിജിറ്റൽ വൈൻഡിങ് ചെയ്ത് അതേ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും. ആ ടൈപ്പ് നമ്മുടെ അടുത്തുണ്ട്. ഇത് ഗ്രീസ് ബക്കറ്റ്. ഇതിൽ വന്ന് മാനുവൽ ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ. ഇത് വന്ന് വുഡ് കടയുന്നതാണ്. 6 ഇഞ്ച് 8 ഇഞ്ച് ഇതെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. പിന്നെ ഇത് വന്ന് ടൈൽസ് പരിപാടി ചെയ്യുന്നവർ ഈ ടൈൽസ് ക്ലാമ്പ് എന്ന് പറയും. ഇങ്ങനെ എടുക്കാൻ അതിന് യൂസ് ആക്കുന്നത്. ഇത് വന്ന് അഡ്ഡ ഗ്രൈൻഡർ പറയുന്നത് നമ്മൾ മോട്ടർ ഫിക്സ് ആക്കിയിട്ട് എന്ത് വേണമെങ്കിലും കട്ടിങ് ഗ്രൈൻഡിങ് ഏത് വേണമെങ്കിലും ചെയ്യാൻ. ഇതിൽ 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഈ ഷാഫ്റ്റിനനുസരിച്ച് സൈസ് മാറും. പിന്നെ നിങ്ങൾ മേടിക്കുന്ന ആ ഡ്രില്ലിംഗ് മെഷീൻ കീപ്പിട്ട് കാണിച്ചു കൊടുത്തില്ല 1.5 ഇഞ്ച്, അതിൻ്റെ സ്പെയറായത്. അതിൻ്റെ ഏത് മെഷീൻ എന്ത് സ്പെയർ പൊട്ടിയാലും ആ സ്പെയർ കിട്ടും നമ്മുടെ അടുത്തുണ്ട്. ഗീര്, സ്പെയർ, സൈഡ്, സെൻറ്റർ എല്ലാം കിട്ടും. ഇത് സ്പെഷ്യൽ പ്ലോയർ. ഇത് വന്നിട്ട് ഇത് കാറ്റ് പുറത്ത് തരും. ഇതേ മോഡലിൽ നിങ്ങൾക്ക് കാറ്റ് വലിക്കുന്നത് വേണമെങ്കിൽ അതുമുണ്ട്. ഇൻഡസ്ട്രിയിലൊക്കെ കെമിക്കൽ ഫാക്ടറിനൊക്കെ ഡസ്റ്റ് ഉള്ളിൽ അതിൻ്റെ കെമിക്കലിൻ്റെ ഇതുണ്ടാവില്ല പവർ, അതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി ചെയ്യാനുള്ള ബ്ലോയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഔട്ട്പുട്ട് ഇൻപുട്ട് എടുക്കാനുള്ള നമ്മുടെ അടുത്തുണ്ട്. 750 ലിറ്റർ. ഇത് കംപ്രസർ. ഇത് ഇമ്പോർട്ടഡാ. ഇതിൽ 30 ലിറ്റർ 50 ലിറ്റർ അങ്ങനെ ഒരു കംപ്രസർ. ഇത് വന്ന് ഓട്ടോ കട്ട് ഓഫിൻ്റെ അടക്കം വരും ഈ കംപ്രസർ. ഇത് നോർമലായിട്ട് ഓൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഈ വെഹിക്കിളിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്തും കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അവരിനൊക്കെ കൊടുക്കുന്നതാണ് ഇത്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ വേണമെങ്കിൽ മോട്ടർ ബെൽറ്റ് ടൈപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ മോഡലുണ്ട്. അതുപോലെ അതിൽ നിങ്ങൾക്ക് 500-600 ലിറ്റർ വരെ വേണം. എത്ര വലിയ കംപ്രസർ വേണമെങ്കിലും അത് നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ ടാങ്ക് തനിച്ച് വെച്ചിട്ട് കംപ്രസർ തനിച്ച് വെക്കും. ഹോൾസെയിൽ ആൾക്കാർ ടാങ്ക് മൊത്തം തനിച്ച് 700 ലിറ്റർ വേണം, കംപ്രസർ തനിച്ച് വേണം, അങ്ങനെയും ചെയ്ത് കൊടുക്കും. ആ കംപ്രസറിൽ എഞ്ചിൻ ഫിക്സ് ആക്കി കംപ്രസർ വെച്ച് വണ്ടിയിൽ കൊണ്ടുപോയി മൊബൈൽ ടൈപ്പിൽ ചെയ്യും, അതും ചെയ്ത് കൊടുക്കും. പിന്നെ മരം പൊട്ടിക്കുന്ന മെഷീൻ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മരം പൊട്ടിച്ച് കൊടുക്കും മെഷീൻ. ആ മെഷീൻ എല്ലാം ചെയ്യും നമ്മൾ. ഓക്കെ. പിന്നെ ഇതൊന്ന് കാസ്റ്റിംഗ് ബോഡി കട്ടാ മെഷീൻ. നോർമൽ കട്ടാ മെഷീൻ ഇലക്ട്രിക്കിൽ വരുന്നത് 14 ഇഞ്ച് കട്ടാ മെഷീൻ എന്ന് പറയും. അത് വന്ന് ഇലക്ട്രിക്. ഇത് വന്ന്
കാസ്റ്റിംഗ് ബോഡി കട്ടാ മെഷീൻ പറഞ്ഞാൽ ഇതിൽ മോട്ടർ ഫിക്സ് ആക്കും ബാർ മോട്ടർ ഫിക്സ് ആക്കിയിട്ട് കട്ടാക്കുന്നത് ഇത് ഹെവി ഡ്യൂട്ടിയാണ് നോർമൽ അതിനെയും കാട്ടും ഇത് അതിൽ വന്ന് ആർമേച്ചർ ഫീൽഡ് കയ്യിൽ ഈ പോണ പ്രോബ്ലം ഒക്കെ ഉണ്ടാകും ഇതിൽ അങ്ങനെയില്ല ഇതിൽ മോട്ടർ നമ്മൾ ഫിക്സ് ആക്കിയിട്ട് മോട്ടർ വെച്ച് കട്ടാക്കുമ്പോൾ കംപ്ലൈൻറ്റേ ഉണ്ടാവില്ല 0% കംപ്ലൈൻറ്റ് ഹെവി വർക്കൊക്കെ ചെയ്യാത് പിന്നെ ഞാൻ പറഞ്ഞില്ല 1.5 to 2 ഇഞ്ച് വരെ മാനുവൽ പൈപ്പ് ബെൻഡിങ് മെഷീൻ അതന്നെ ഇത് വന്ന് റൗണ്ട് ഉണ്ട് സ്ക്വയർ ഉണ്ട് ഓക്കെ പിന്നെ ഇത് വന്ന് പിസ്റ്റൺ കാർ വാഷർ പിസ്റ്റൺ ഇത് സിംഗിൾ പിസ്റ്റൺ ഇത് ട്രിപ്പിൾ പിസ്റ്റൺ ഓക്കെ ഇത് വന്ന് 2-wheeler വർക്ക്ഷോപ്പിൽ യൂസ് ആക്കും ഇത് വന്ന് കാർ വർക്ക്ഷോപ്പിൽ യൂസ് ആക്കും പിന്നെ ഇതിൽ തന്നെ 5 HP ഉണ്ട് കുറേ മോഡൽ ഉണ്ട് ഇത് വന്ന് ജിക്സാ മെഷീൻ ഈ ജിക്സാ മെഷീൻ പറയുന്നത് വുഡ് കട്ടാക്കുന്നത് ഇത് ഐലം ഷീറ്റ് ചെയ്യുന്നില്ല ഐലം ഷീറ്റ് സ്വിച്ച് ബോക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഡ്രായിങ് ചെയ്തിട്ട് ആ ഡ്രായിങ് ചെയ്ത പോലെ കട്ടിങ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് സ്വിച്ച് ബോക്സിൻ്റെ ആ തിക്നെസ് 6 mm ഷീറ്റൊക്കെ കട്ടിങ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ മെഷീൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വന്ന് മോട്ടറൈസ് ഇതിൽ തന്നെ മാനുവൽ ഉണ്ട് കയ്യിൽ വെച്ച് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ അതും നമ്മളെടുത്തുണ്ട് ഇതും ഉണ്ട് ഇത് വന്ന് പോളിഷിംഗ് മെഷീൻ ഗ്ലാസ് പോളിഷിംഗ് എന്ന് പറയും ഇതൊരു മോഡൽ ഇതിൽ തന്നെ ബെൽറ്റ് ടൈപ്പ് ഒരു മോഡൽ ഉണ്ട് ആ മോഡൽ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ കീബോർഡ് നോക്കാം അതാണ് ബെൽറ്റ് മോഡൽ ഫ്രണ്ടിലുള്ളത് അത് അയച്ചു വെച്ചിട്ടുണ്ട് അതും ബെൽറ്റ് മോഡൽ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ആക്കുന്ന ബെഞ്ച് വൈസ് ഇതിൽ എല്ലാം കുറേ ബ്രാൻഡ് ഉണ്ട് കുറേ സൈസ് ഉണ്ട് 2-ാം നമ്പർ മുതൽ 8-ാം നമ്പർ വരെ ഉണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണം എങ്ങനെ വേണം പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഈ ബ്ലോയർ വന്ന് എൻ്റെ അടുത്ത് 18-ാം നമ്പർ മുതൽ 18, 25, 35, 50, 60, 70 വരെ ഉണ്ട് ഇതൊന്ന് അൽഫാമ മെഷീൻ മുതൽ ഈ പട്ട പണിയെടുക്കുന്ന ആൾക്കാർ വരെ എല്ലാവരും യൂസ് ആക്കും ഇത് എല്ലാ പരിപാടിനും ഗോൾഡിനും എല്ലാത്തിനും യൂസ് ആകും ഈ ബ്ലോയർ 18, 25, 30, 35, 50, 60, 70 ആ സൈസ് വരും ഇതൊരു ടയർ ലിവറാണ് മാനുവൽ ടയർ ലിവർ ഓക്കെ നമ്മുടെ അടുത്ത് ഓട്ടോമൊബൈൽസിനുണ്ട് പഞ്ചറിൻ്റെ ഉണ്ട് എല്ലാ മോഡൽ എല്ലാത്തിൻ്റെയും ഉണ്ട് സാധനം മിക്സർ മെഷീനാണ് ഇത് ഇത്ര വലിയ മിക്സർ മെഷീൻ ഉണ്ട് പിന്നെ ചെറുത് പെയിൻറ്റ് മിക്സിങ് ചെയ്യുന്നത് അതുപോലെ മിക്സർ മെഷീൻ ഉണ്ട് നിങ്ങൾ മിക്സറിൽ ഏത് മെഷീൻ വേണോ എല്ലാ ടൈപ്പും നമ്മൾ കൊടുക്കും എല്ലാമേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും അത് നമ്മൾ ബ്ലോയർ കാണിച്ചില്ല അതേ ബ്ലോയർ തന്നെ കയ്യിൽ ചുറ്റുന്നത് ഇത് വന്ന് വാട്ടർ പ്രഷർ ചെയ്യുന്നത് ഇത് വന്ന് പ്രഷർ ചെക്ക് ചെയ്യുന്നത് ഇതിൽ ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഹെവി ഡ്യൂട്ടി ഉണ്ട് ഇത് നോക്കിയോ ഇതൊക്കെ സ്പെഷ്യൽ ടൂൾസാണ് ഇത് ആരുടെ അടുത്ത് ഉണ്ടാവില്ല ഇതൊന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ സീറ്റ് റോളിങ് ഇവിടെ സെൻറ്ററിൽ കൊടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ കറങ്ങുമ്പോൾ സീറ്റ് റോളിങ് ആവും റോളിങ് മെഷീൻ അത് കൂലൻ പമ്പ് ഇതിൽ സിംഗിൾ ഫേസ് 3 ഫേസ് രണ്ടുണ്ട് നമ്മുടെ അടുത്ത് ഇത് വന്ന് ആർമി ബസ്സാണ് ഇത് വന്ന് ബാരിങ് ഒക്കെ അയക്കാൻ ഏത് സാധനം ആയാലും അയക്കാൻ വേണ്ടി യൂസ് ആക്കുന്നതാണ് ഇത് 1-ാം നമ്പർ മുതൽ 5-ാം നമ്പർ വരെ നമ്മുടെ അടുത്ത് സ്റ്റാർട്ട് ഉണ്ടാവും 1, 2, 3, 4, 5 അതേപോലെ തന്നെ ഇത് കീപ്പിട്ട് വലുത് കാണിച്ചില്ലേ ഇത് ചെറുത് ഓക്കെ ഇത് ഞാൻ ഇത് കാണിച്ചില്ലേ ജാക്കി അതിൽ വീൽ ടൈപ്പ് ജാക്കി ഇത് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് ഷീറ്റ് കട്ടിങ് മെഷീൻ എന്ന് പറയും ഇതിൽ 5 mm MS കട്ടാക്കുന്നുണ്ട് 3 mm SS കട്ടാക്കുന്നുണ്ട് 2.5 mm SS കട്ടാക്കുന്നുണ്ട് 0.5 mm കട്ടാക്കുന്നുണ്ട് അങ്ങനെ കുറേ മോഡൽ ഉണ്ട് ഇതിൽ ഒവ്വൊന്നും ഒവ്വൊരു പോലെ റേറ്റ് വരും ഇത് വന്ന് ഒരേ ഇതിൽ ആംഗിൾ കട്ടാക്കുക റാഡ് കട്ടാക്കുക സ്ക്വയർ റാഡ് കട്ടാക്കുക സീറ്റ് കട്ടാക്കുക അങ്ങനത്തെ മോഡൽ പിന്നെ ഇതിൽ തന്നെ ഈ മോഡൽ വെറും റാഡ് മാത്രം കട്ടാക്കുന്നത് മാനുവൽ എല്ലാം മാനുവൽ ഇതിൽ മോട്ടറൈസ്ഡ് ഉണ്ട് എൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കണോ അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് ഇത് ടൈൽസ് കട്ടർ ഇത് മാനുവൽ പറയും ഇതിൽ 2 അടി 3 അടി 4 അടി എല്ലാമേ നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും ഇത് ടൂൾസ് ബോക്സ് ഇതിൽ പ്ലാസ്റ്റിക്കിലുണ്ട് മെറ്റലിലുണ്ട് ഇതൊന്ന് കോർ കട്ടർ ചുമരിൽ ഡ്രില്ലാക്കുന്നത് ഹാമർ ഡ്രില്ലിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഹോളാക്കും കോൺക്രീറ്റ് ഹോളാക്കുന്നത് ആ കോർ കട്ടർ ഇതിൽ തന്നെ നമുക്ക് വലിയ സൈസ് ഉണ്ട് സ്റ്റാൻഡ് ടൈപ്പിൽ വെച്ചിട്ട് വലിയ 5 ഇഞ്ച് 6 ഇഞ്ച് കോർ കട്ടിങ് ചെയ്യാനുള്ളത് നമ്മുടെ അടുത്ത് റെഡിയിലുണ്ട് അത് ചെയ്യുന്നുണ്ട് നമ്മൾ കാർ വാഷർ ഇതൊരു ബ്രാൻഡ് യൂറി പറഞ്ഞ് ഇത് എക്സലൻറ്റ് ഇത് ഓപ്പൽ ഇത് ഐഡിയൽ ഇത് റൂത്തി ഇത് റാലി ഉൾഫ് ഇങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ട് നമ്മുടെ അടുത്ത് എല്ലാ ബ്രാൻഡ് എല്ലാ മോഡൽ കാർ വാഷർ ഉണ്ട് നമ്മുടെ അടുത്ത് 3000 രൂപ മുതൽ 40,000 രൂപ വരെ മിനിമം കാർ വാഷർ ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പോയെങ്കിൽ എത്ര എന്ത് പ്രഷർ ചോദിക്കണോ അതിൻ്റെ ഹിസാബിൽ റേറ്റ് ഡിഫറെൻറ്റ് വരും അത്ര നമുക്ക് ഹൈ പ്രഷർ വേണമെങ്കിൽ അതിൻ്റെ ഹിസാബിൽ അതിൻ്റെ റേറ്റ് കൂടും അത്ര തന്നെ എല്ലാ ടൈപ്പ് എന്ത് മോഡൽ ചോദിച്ചാലും എല്ലാ മോഡലും ഉണ്ടാവും നമ്മുടെ അടുത്ത് കാർ വാഷ് നമുക്ക് കസ്റ്റമർ കിട്ടിയിട്ടുണ്ട് അണ്ണ വണക്കം പേര് പറയാമോ என் பேர் ஐயப்பன் என் பேர் ഓക്കെ സ്ഥലം வந்து கள்ளக்குறிச்சி டிஸ்ட்ரிக்ட் ഓക്കെ ഇവിടെ എത്ര ദൂരമുണ്ട് இங்கேருந்து வந்து 7 மணி நேரம் ட்ராவல் 7 മണിക്കൂർ 7 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഈ ഷോപ്പിൽ വന്നത് ഈ ஷாப்பில் வந்து ഓക്കെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ பர்ச்சேஸ் வந்து வெல்டிங் மிஷினு ഓക്കെ அடுத்து ஹில்ட்டி மிஷினு கிரைண்டிங் மிஷினு ஃபுல்லாக பர்ச்சேஸ் பண்ணி ഓക്കെ ഈ ഐറ്റം എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അല്ലേ ടോട്ടൽ എത്ര ബില്ല് വന്നേ டோட்டல் வந்து 17 ரூபா வந்தது എല്ലാ ഐറ്റവും കൂടെ വാങ്ങിച്ചപ്പോഴേക്കും അല്ലേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന് ഈ ഷോപ്പിൽ തന്നെ വാങ്ങിയത് അപ്പോൾ പ്രൈസ് എങ്ങനെയുണ്ട് ப்ரைஸ் பரவாயில்ல குவாலிட்டி ப்ரைஸ் எல்லாமே கரெக்டாக இருக்குது എല്ലാം ഓക്കെയാണ് ஓகே ഹാപ്പിയാണ് ஹாப்பி தான் ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയുണ്ട് கஸ்டமர் சப்போர்ட்டும் ஓகே ഓക്കെ எல்லாம் ஒன்றா எடுத்து கரெக்டாக காமிச்சது എല്ലാം കാണിച്ചു எல்லாம் காமிச்சு ഓക്കെ അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് എന്തായാലും ഹാപ്പി അല്ലേ ஹாப்பி தான் ഹാപ്പിയാണ് ஹாப்பி ഓക്കെ ഫ്രണ്ട്സിന് എന്തൊക്കെ പറയില്ലേ ഷോപ്പിന്റെ കാര്യം പറയും ஃப்ரெண்ட்ஷிப் பரையும் പറയും ഓക്കെ എവിടെ വർക്ക് ചെയ്യുന്നത്
ജോലി ചെയ്യുന്നത്? ആ, நான் ஃபாரின்ல ஒர்க் செய்து இப்போ வீட்டு யூஸுக்காக இதெல்லாம் വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. ஹாப்பி தான். നമ്മളിപ്പോൾ കോയമ്പത്തൂരിലാണെന്ന് അറിയാലോ. ഈ ഒരു ഷോപ്പിലേക്ക് ഒരുപാട് മലയാളി ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഷൂട്ടിന് വന്നപ്പോഴേക്കും ഒരു മലയാളി കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് സത്താർ എന്നാണ്. ഓക്കെ. നാട്ടിലെവിടെ സ്ഥലം? നാട്ടിൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്നത്? ഞാൻ ഒരു 20 വർഷമായിട്ട് ഞാൻ ഇവിടെ വന്ന് 20 വർഷം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അത്രയും പഴയ കസ്റ്റമറാണ്. അതെ അതെ. ഓക്കെ. എങ്ങനെയുണ്ട് ഈ ഷോപ്പിന്റെ കാര്യങ്ങൾ? റേറ്റ് നല്ല ബെസ്റ്റ് റേറ്റ് ആണ്. അതുപോലെ ഏത് ഐറ്റം ചോദിച്ചാലും ഇവിടെ നിന്ന് ഉണ്ടാവും. ഏതായിട്ട് ചോദിച്ചാലും ഇവിടെ ഉണ്ടാവും. ഒരു വെറൈറ്റി തന്നെ പല ഐറ്റംസ് ഉണ്ടല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ. എല്ലാത്തിനും നല്ല ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. ബെസ്റ്റ് പ്രൈസ് ആണ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ആണ്, തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ്. അതുപോലെ കസ്റ്റമർ കെയറും നന്നായിട്ടാണ്. ഓക്കെ. ഇവർക്ക് കൊറിയർ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ നേരിട്ട് വന്ന് വാങ്ങുന്നത് നമുക്ക് നോക്കിയെടുക്കേണ്ട ഒരു ഇതിനും നമുക്കൊരു സന്തോഷത്തിന് അല്ലേ? സന്തോഷത്തിന് അല്ലാതെ കൊറിയർ സൗകര്യം ഉണ്ട്. സൗകര്യമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ വലിയ പോരാട്ടോ. ഓക്കെ. ഒത്തിരി വെറൈറ്റി ടൂൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ലെങ്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ടൂൾസ് ചോദിച്ചാലും ഇവിടെ നിന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ചെയ്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ കൂടി വിഷമിക്കേണ്ട കാര്യമില്ല. ഫിനാൻസ് ഓപ്ഷൻ ബജാജ് കാർഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. നിങ്ങളുടെ അടുത്ത് ബജാജ് കാർഡ് ഉണ്ടെങ്കിൽ EMI ചെയ്യാം. EMI ചെയ്ത് കൊടുക്കും നമ്മൾ. ഞാൻ വീഡിയോയിൽ ഈ ഒരു ഷോപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പർ ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ വിളിക്കുക, ഇല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. വാട്സാപ്പിൽ ലിങ്ക് ഉണ്ടാവും, എൻ്റെ ചാനൽ ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങൾ ഓക്കെ പറഞ്ഞെങ്കിൽ അതിൽ എൻ്റെ വീഡിയോ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ ടൈപ്പ് മെഷീൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഉപയോഗം കണ്ടോ? ഇതുപോലെ ഡെമോ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കണ്ടോ? എല്ലാ പവർ ടൂൾസിൻ്റെയും ഡെമോ വീഡിയോ കണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗ രീതിയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഏത് ടൂൾസ് എടുത്താലും നമുക്ക് ഇതിൻ്റെ ഡെമോ വീഡിയോ അല്ലേ ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്കും കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ ഷോപ്പിലെ വെറൈറ്റികൾ അല്ലേ ഓക്കെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വിളിച്ചും സംശയങ്ങൾ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏത് ടൂളാണ് എടുക്കേണ്ടത്, അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എല്ലാം റെക്കമെൻഡ് ചെയ്യും അല്ലേ? സജസ്റ്റ് ചെയ്യാറില്ലേ? മാക്സിമം ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ബിസി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് റെക്കോർഡ് അയച്ചാൽ മതി. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ടാവും. അതിൽ വോയിസ് റെക്കോർഡ് അയച്ചാൽ മതി. ഇല്ല നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും പിക്ക് ഉണ്ടെങ്കിൽ ആ പിക്ക് അയച്ചു വിട്ടാൽ മതി. നമ്മുടെ അടുത്ത് എന്ത് ബ്രാൻഡ് ഉണ്ട് ആ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അയച്ചു വിട്ടാലും റേറ്റ് അയച്ചു വിട്ടാലും നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങൾ കൺഫേം ആക്കാം. ഓക്കെ. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുണ്ട്. എങ്ങോട്ടൊക്കെയാലും അയക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.